ഫസ്റ്റ് സെമ്മിലെ പേപ്പർ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി എന്ന പേപ്പറിന്റെ ഫിഫ്ത്ത് ബ്ലോക്കാണ് ആദ്യത്തെ യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കൾച്ചർ ആൻഡ് സൊസൈറ്റി എന്നാണ് നമ്മളുടെ ഈ ബ്ലോക്കിന്റെ പേര്. വലിയ അദ്ദേഹത്തിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത് കൾച്ചർ, സംസ്കാരം എന്താണ്, അതിന്റെ ഡെഫിനിഷൻ, അതിൽ കൾച്ചറിനകത്ത് വരുന്ന ഡിഫറെന്റ് കോൺസെപ്റ്റ്, ഇത് ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും എന്താണ് കൾച്ചർ എന്ന് പറയുന്നത്? കൾച്ചർ എന്ന് പറയുന്ന ഒരു സമൂഹത്തിന്റെ ജീവിത രീതിയെ നമുക്ക് എന്ത് വിളിക്കാം? പൊതുവിൽ കൾച്ചർ അഥവാ സംസ്കാരം എന്ന് പറയാം. ഈ ജീവിത രീതിക്കകത്ത് എന്തെല്ലാം ഉൾപ്പെടും? നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ, വസ്ത്രധാരണം, ഭക്ഷണ രീതി, ജീവിതശൈലി ഇത്തരത്തിലുള്ള എല്ലാ ഘടകങ്ങളും, അതായത് ഒരു വ്യക്തിയുടെ ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുന്ന എല്ലാ ഘടകങ്ങളെയും അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ എല്ലാ ഘടകങ്ങളെയും ഒത്തുചേർത്തുകൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കൾച്ചർ അഥവാ സംസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ സംസ്കാരം എന്ന് പറയുന്നത് എന്താണ്? ഒരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിത രീതി ഉൾപ്പെടുന്ന ഒരു വിഭാഗത്തെയാണ് അല്ലെങ്കിൽ ഉൾപ്പെടുന്നതിനെയാണ് സംസ്കാരം എന്ന് നമ്മൾ പൊതുവിൽ വിളിക്കുന്നത്. കൾച്ചർ എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിൽ നിന്നുമാണ് കൾച്ചർ എന്ന് പറയുന്ന വാക്ക് ഉത്ഭവിച്ചിട്ടുള്ളത്. അതായത് സംസ്കാരം എന്ന് പറയുന്നത് എന്താണ്? ഒരാളുടെ ജീവിത രീതിയുമായിട്ട് അല്ലെങ്കിൽ സമൂഹത്തിന്റെ ജീവിത രീതിയുമായി പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പോൾ ഓരോ സംസ്കാരവും എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും എന്തായിരിക്കും? അല്ലെങ്കിൽ കൾച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഓരോ സമൂഹത്തെയും ഡിപ്പെൻഡ് ചെയ്ത് നിലനിൽക്കുന്നു, അല്ലെങ്കിൽ ഓരോ സമൂഹത്തിലും വ്യത്യസ്ത സംസ്കാരമായിരിക്കും വെച്ചു പുലർത്തുന്നത്. അതായത് ഓരോ സമൂഹവും വെച്ചു പുലർത്തുന്ന വിശ്വാസവും ജീവിത രീതികളും അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ചിന്ത, ഭാഷ, ആചാരം മുതലായ എല്ലാം തന്നെ വ്യത്യസ്തമായതുകൊണ്ട് തന്നെ എന്താണ് സംസ്കാരം എന്ന് പറയുന്നത്? ഒരു പെർട്ടിക്കുലർലി നമുക്ക് ഒരു ലോകത്തെല്ലായിടത്തും ഒരു കൾച്ചറാണ് അല്ലെങ്കിൽ ഒരു സംസ്കാരമാണെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. കാരണം അത് ഡിപ്പെൻസ് ഓൺ എന്താണ് നമ്മൾ പറയുന്ന മറ്റ് സോഷ്യൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഫാക്ടേഴ്സിനെയും ആശ്രയിച്ചാണ് സംസ്കാരം നിലനിൽക്കുന്നത്. ഇനി അടുത്തായിട്ട് നമ്മൾ പറയുന്നത് എന്താണ്? സംസ്കാരം എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഒരു വ്യക്തി ജനിക്കുമ്പോൾ തന്നെ ആ വ്യക്തിയിൽ എന്തുണ്ടാവുന്നില്ല? സംസ്കാരം എന്ന് പറയുന്നത് ഉണ്ടായിരിക്കില്ല. ആ വ്യക്തിയുടെ സാമൂഹിക സാഹചര്യ ചുറ്റുപാടുകളിൽ നിന്നും എന്ത് ചെയ്യുന്നു? നേടിയെടുക്കുന്നതാണ്, അക്യൂർ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു വ്യക്തി പഠിച്ചെടുക്കുന്ന ഒന്നാണ് സംസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ സംസ്കാരം എന്താണ്? രണ്ടാമതായിട്ട് നമ്മൾ പറയുന്നത് എന്താണ്? സംസ്കാരം എന്ന് പറയുന്നത് ഒരു വ്യക്തി ലേൺ ചെയ്തെടുക്കുന്ന ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിക്ക് ഇൻഹറന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു വ്യക്തി ജനിക്കുമ്പോൾ തന്നെ, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ അതിൽ നിന്നുണ്ടാകുന്നില്ല സംസ്കാരം എന്ന് പറയുന്ന ഒരു ഘടകം ഉണ്ടായിരിക്കത്തില്ല. ഇനി നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കൾച്ചറാണ്. കൾച്ചറിന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് അതിൽ പ്രധാനമായിട്ട് ഒന്നാമത്തതാണ് കൾച്ചർ എന്ന് പറയുന്നത് ലേൺ ചെയ്യുന്ന ഒന്നാണ്. അതായത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, സംസ്കാരം എന്ന് പറയുന്നത് എന്താണ്? ഒരു വ്യക്തി അവന്റെ ചുറ്റുപാടുകളിൽ നിന്ന് പഠിച്ചെടുക്കുന്ന ഒന്നാണ്, പഠിച്ചെടുക്കുന്ന രീതിയാണ് സംസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സംസ്കാരം എന്ന് പറയുന്നത് നമുക്ക് ഒരു സ്റ്റാറ്റിക് ആയിട്ട് ഒന്നായിട്ട് നിലനിൽക്കുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. കാരണം വ്യക്തി അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ഇടപെടുന്ന സാമൂഹ്യ സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് എന്തുണ്ടാവും? അവന്റെ സംസ്കാരവും അവന്റെ ജീവിത രീതിയിലും എല്ലാത്തിലും തന്നെ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ സംസ്കാരം എന്ന് പറയുന്നതാണ് ആ വ്യക്തി നിലനിൽക്കുന്ന ചുറ്റുപാട് ഏതാണോ അതിൽ നിന്നും പഠിച്ചെടുക്കുന്ന ഒരു ജീവിത രീതിയാണ്, പഠിച്ചെടുക്കുന്ന രീതിയാണ് സംസ്കാരം എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് ഡിസ്കസ് ചെയ്ത് സംസ്കാരം എന്ന് പറയുന്നത് ഷെയർ ചെയ്യപ്പെടുന്നു, അതായത് പങ്കുവെക്കലുകളാണ്. അതായത് ഉദാഹരണത്തിന് എന്താണ്? നമ്മൾ സംസാരിക്കുന്ന ഭാഷ അല്ലെങ്കിൽ നമ്മുടെ ജീവിത രീതി, കഴിക്കുന്ന ഭക്ഷണങ്ങൾ, ഇതെല്ലാം എന്താണ്? ഷെയർ ചെയ്യപ്പെടുന്നതാണ്. അതായത് നമ്മൾ നിലനിൽക്കുന്ന, നമ്മൾ ജനിച്ചു വളർന്ന പ്രദേശത്ത് നിന്നും അല്ലെങ്കിൽ നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് നമ്മൾ മാറുന്ന സമയത്ത്, കുടിയേറ്റം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പഠനാവശ്യത്തിനോ മറ്റെന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്വാഭാവികമായിട്ട് നമ്മൾ ചെന്നെത്തുന്ന നാടിന്റെ ജീവിത രീതിയുമായിട്ടും വസ്ത്രവുമായിട്ടും അല്ലെങ്കിൽ കഴിക്കുന്ന ഭക്ഷണം, ഇതെല്ലാം ഭാഷ, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ
സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ അതിന് പങ്കുവെക്കലുകൾ, അതായത് നമ്മളുടെ സംസ്കാരം അല്ലെങ്കിൽ ജീവിത രീതിയും ഭാഷയുടെ രീതി എല്ലാം ചെയ്യുന്നുണ്ട്, മറ്റൊരാൾക്ക് നമ്മൾ കൊടുക്കും, മറ്റൊരു സമൂഹത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, അവിടെ നിന്ന് നമ്മളും സ്വാഭാവികമായിട്ടും ചെയ്യുന്നുണ്ട്, നേടിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ അർത്ഥത്തിലാണ് പറയുന്നത് സംസ്കാരം എന്ന് പറയുന്നത് എന്താണ്, ഷെയർ ചെയ്യപ്പെടുന്ന ഒരു ഘടകമാണ്. അതായത് പങ്കുവെക്കലുകളിലൂടെ മാറ്റപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു ഘടകമാണ് എന്ത്, സംസ്കാരം എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് കൾച്ചറൽ സോഷ്യൽ എന്ന് പറയുന്നത്. കൾച്ചർ എന്ന് പറയുന്നത് എന്താണ്, സോഷ്യലാണ്. അതായത് സ്വാഭാവികമായിട്ടും എന്താണ്, അത് സമൂഹത്തിന്റെ ഇന്ററാക്ഷനിലൂടെ, അതായത് വ്യക്തികൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ വിനിമയം നടത്തുന്നതിലൂടെ എന്ത് സംഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ രൂപീകരിക്കപ്പെടുന്നതാണ് എന്ത്, സംസ്കാരം എന്ന് പറയുന്നത്. അപ്പൊ സംസ്കാരം എന്ന് പറയുന്നതാണ് സോഷ്യൽ കൺസ്ട്രക്ഷൻ ആണ്, അതായത് ഓരോ സമൂഹം കൺസ്ട്രക്ട് വെച്ചിട്ടുള്ള ഒരു പ്രതിഭാസമാണ് അല്ലെങ്കിൽ ഒരു ഫാക്ടറാണ് എന്ന് പറയുന്നത് സംസ്കാരം എന്ന് പറയുന്നത്. അപ്പൊ അത് സൊസൈറ്റിയിൽ നിന്ന് ആർജിച്ചെടുക്കുന്ന ഒന്നിനെയാണ് സംസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു അർത്ഥത്തിലാണ് കൾച്ചർ എന്ന് പറയുന്നത് സോഷ്യൽ ഫാക്ടർ ആണെന്ന് പറയുന്നത്. അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ട്രാൻസ്മിബിൾ, അതായത് നമുക്ക് എന്ത് ചെയ്യുന്നത്, കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്, അതെന്ത് മാറ്റങ്ങൾക്ക് വിധേയതകൾ പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ്, ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്ത്, സംസ്കാരം എന്ന് പറയുന്നത്. സംസ്കാരം പൂർണ്ണമായിട്ടും ചെയ്യുന്നത് മാറ്റങ്ങൾക്ക് അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നതിലൂടെ നിലനിൽക്കുന്ന നമ്മൾ, അതായത് ഒരു വ്യക്തിയുടെ സംസ്കാരം മറ്റൊരു സമൂഹത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുകയും അവിടെ നിന്ന് നമ്മൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന വ്യക്തികളിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾ ആരുമായിട്ടാണോ ആശയവിനിമയം നടത്തുന്നത് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആ സമൂഹത്തിൻ്റെത് നമ്മൾ സ്വീകരിക്കുന്നു, നമ്മളുടെ നമ്മളുടെ സംസ്കാരം മറ്റൊന്നിലേക്ക് ഷെയർ ചെയ്യപ്പെടുന്ന അതേ പ്രോസസ്സിൽ തന്നെയാണ് ചെയ്യുന്നുണ്ട്, കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്, കൾച്ചർ എന്ന് പറയുന്നത്, സംസ്കാരം എന്ന് പറയുന്നത് മാറ്റപ്പെടുന്നുണ്ട്, അതായത് കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് എന്താണ്, ഒരു ജനറേഷൻ, ഇപ്പൊ നമ്മൾ നിലനിൽക്കുന്ന ജനറേഷനിൽ ഇന്നത്തെ ജനറേഷൻ കൈകാര്യം ചെയ്യുന്ന വിശ്വാസങ്ങളും ജീവിത രീതികളെല്ലാം തന്നെ മറ്റൊരു തലമുറയിലേക്ക് നമ്മൾ കൈമാറ്റം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ കൈമാറ്റങ്ങളിലൂടെ പങ്കുവെക്കലുകളിലൂടെയും വളർന്നു വരുന്ന ഒന്നാണ് സംസ്കാരം എന്ന് പറയുന്നത്. അടുത്തായിട്ട് പറയുന്നത് എന്താണ്, ഹ്യൂമൻ നീഡ്സ്, അതായത് മനുഷ്യന്റെ ആവശ്യങ്ങളെ ഫുൾഫിൽ ചെയ്യാൻ ചെയ്യുന്നുണ്ട് സംസ്കാരം സഹായിക്കുന്നുണ്ട്. എസ്പെഷ്യലി നമ്മൾ എന്താണ്, ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ഘടകങ്ങൾ അല്ലെങ്കിൽ നമ്മളുടേതായിട്ടുള്ള മാനസികമായിട്ടുള്ള ഒത്തുചേരലുകൾ അല്ലെങ്കിൽ മാനസികപരമായിട്ടുള്ള ഒരു പ്ലഷർ മൂവ്മെന്റ്സ് ഒക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ട്, കൾച്ചർ വഴി നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഉണ്ടാവുന്ന ഇമോഷണൽ പരമായിട്ടുള്ളത് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു കണക്ഷൻസ് ഒക്കെ വരുന്ന സമയത്ത് ആളുകളൊക്കെ എന്താണ്, ഈ വ്യത്യസ്ത സംസ്കാരത്തിലുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ പങ്കുവെക്കലുകൾ നടത്തുമ്പോൾ എന്താണ്, മാനസികപരമായിട്ടുള്ള പുതിയ തലങ്ങളിലേക്ക്, അതായത് നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നു, പുതിയ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു. അത്തരത്തിൽ പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തിയുടെ മാനസികപരമായിട്ടുള്ള അല്ലെങ്കിൽ കരിയർ പരമായിട്ടുള്ള എല്ലാ ഘടകങ്ങളെയും ഉത്തേജിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ ഫുൾഫിൽ ചെയ്യുന്നതിനും എന്ത് ചെയ്യുന്നുണ്ട്, സംസ്കാരം നമ്മളെ സഹായിക്കുന്നുണ്ട്. അടുത്തായിട്ട് പറയുന്നത് ഐഡിയലിസ്റ്റിക് ആണ്, അതായത് കൾച്ചർ എന്ന് പറയുന്ന ഒരു അബ്സ്ട്രാക്ട് ലെവലിലാണ് നിലനിൽക്കുന്നത്. അത് എന്താണ്, സ്വാഭാവികമായിട്ട് ഒരു നമുക്കൊരു ഐഡിയോളജിക്കൽ ആയിട്ട് കൂടെ അത് നമുക്ക് നിലനിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതായത് അബ്സ്ട്രാക്ട് ലെവൽ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, നമ്മുടെ നോംസ്, വാല്യൂസ്, മൊറാലിറ്റീസ് എന്നൊക്കെ പറയുന്ന ഇത്തരത്തിലുള്ള ഘടകങ്ങൾ എന്ത് നിലനിൽക്കുന്നുണ്ട്, കൾച്ചർ നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ഒരു സമൂഹത്തിന്റെ നോംസ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങളും മൂല്യങ്ങളും മറ്റൊരു സമൂഹത്തിന് വ്യത്യസ്തമാവുന്നു. അല്ലെങ്കിൽ ഉദാഹരണത്തിന് ഈ ടാറ്റു ചെയ്യാന്ന് പറയുന്ന ഒരു രീതി പല സമൂഹങ്ങളിൽ ആദ്യകാലങ്ങളിൽ അല്ലെങ്കിൽ ചില വിഭാഗങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് നിഷിദ്ധമാണ്, അതായത് അത് അലോ ചെയ്യുന്നില്ല. ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സമൂഹമോ സമുദായമോ എന്ത് ചെയ്യുന്നില്ല, അതിനെ അലോ ചെയ്യുന്നില്ല. പക്ഷെ മറ്റൊരു സമൂഹത്തിൽ എന്താണ് ഈ ടാറ്റു ചെയ്യുക എന്ന് പറയുന്നത് അവരുടെ എന്താണ്, ഒരു കുലചിഹ്നമായിട്ടോ അല്ലെങ്കിൽ അത് പരമ്പരാഗതമായിട്ട് ചെയ്യുന്ന രീതിയുമായിട്ട് നമ്മൾ അനുവർത്തിക്കാറുണ്ട്. അപ്പൊ അത്തരത്തിൽ നമ്മൾ ഒരു സമൂഹത്തിന്റെ വെച്ചു പുലർത്തുന്ന മാനദണ്ഡങ്ങൾ മറ്റൊരു സമൂഹത്തിൽ ശരിയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ കൾച്ചർ എന്ന് പറയുന്നത് ഐഡിയലിസ്റ്റിക് ആണ്. അപ്പൊ ഐഡിയോളജിക് പരമായിട്ട് നമുക്കിപ്പോഴും കൾച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെന്റ് ഉണ്ട്. അപ്പൊ കൾച്ചർ എന്ന് പറയുന്നത് ഐഡിയോളജിക്കൽ അല്ലെങ്കിൽ ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഘടകമാണ്. അതായത് ഈ ഐഡിയലിസ്റ്റിക് എന്നതിൽ ഉദ്ദേശിക്കുന്നതാണ് ഓരോ സംസ്കാരവും വെച്ച് പുലർത്തുന്ന മാനദണ്ഡങ്ങളും മൂല്യങ്ങളും മറ്റും എന്താണ്, വ്യത്യസ്തമായിരിക്കും. അല്ലെങ്കിൽ സംസ്കാരം എന്ന് പറയുന്നത് ഈ ആദർശപരമായിട്ടുള്ള അല്ലെങ്കിൽ ആശയപരമായിട്ടുള്ള ഘടകങ്ങളെയും ഉൾക്കൊള്ളുന്നു എന്നതാണ് അർത്ഥം. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അക്യുമുലേറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സംസ്കാരം എന്ന് പറയുന്നത് ഒരു പ്രത്യേകമായിട്ട് നിശ്ചിത സമയത്തിൽ നിന്ന് ഉടലെടുത്തിട്ടുള്ള ഘടകമല്ല. അതായത് ഒരു എന്താ പറയാ, പെട്ടെന്നുണ്ടായ ഒരു ഘടകമല്ല സംസ്കാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പ്രതിഭാസമല്ല സംസ്കാരം എന്ന് പറയുന്നത്. എന്താണ്, അത് കാലപ്പഴക്കങ്ങളിലൂടെ കടന്നു വന്നതാണ് സംസ്കാരം എന്ന് പറയുന്നത്. സംസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു
എന്നൊക്കെ പറയും. അപ്പൊ അത്തരത്തിൽ പാരമ്പര്യം എന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നിൽക്കുന്നത് കൾച്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുന്നത് എന്താണ്, വർഷങ്ങളുടെ അല്ലെങ്കിൽ നൂറ്റാണ്ടുകളുടെ പഴക്കങ്ങളിൽ നിന്നും ഉടലെടുത്തിട്ടുള്ള ഒന്നാണ്. ഇപ്പൊ നമ്മൾ വേൾഡ് ലെവൽ ആഗോളതലത്തിൽ ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്നത് നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെ ചർച്ചയിലേക്ക് എടുക്കുമ്പോൾ എന്താണ്, ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാകുന്ന ഒരു സംസ്കാര രീതിയല്ല. അതെന്താണ്, നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒരു ജീവിത രീതി അല്ലെങ്കിൽ സമൂഹത്തിന്റെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും എല്ലാം വെച്ച് പുലർത്തുകൊണ്ടാണ് അതിന് നമ്മൾ ഇന്ത്യൻ കൾച്ചർ അല്ലെങ്കിൽ ഓരോ രാജ്യത്തിനെയും അല്ലെങ്കിൽ ഓരോ സമൂഹത്തിനെയും നമ്മൾ ഹെറിറ്റേജ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പാരമ്പര്യം എന്ന രീതിയിൽ നമ്മൾ അതിനെ പരിഗണിക്കാറുണ്ട് എല്ലാ വസ്തുക്കളെയും. അപ്പൊ അത്തരത്തിൽ പാരമ്പര്യം എന്ന് പറയുന്നത് ഒരുപാട് ജനറേഷൻ വഴിയും ഒരുപാട് നൂറ്റാണ്ടുകൾ വർഷങ്ങളോടുകൂടെ എടുത്തുകൊണ്ട് അത് കൺസ്ട്രക്ട് ചെയ്യപ്പെടുന്ന ഒന്നാണ് എന്ത്, സംസ്കാരം എന്ന് പറയുന്നത്. അടുത്തത് കൾച്ചർ എന്ന് പറയുന്നത് ഓർഗനൈസ്ഡ് ആണ്. അതായത് അടുത്ത ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ് ആണ് പറയുന്നത് ഓർഗനൈസ്ഡ് ആണ്. ഈ ഓർഗനൈസ്ഡ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് എന്താണ് ക്രമങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ ക്രമീകരണങ്ങൾ കൾച്ചറിൽ നിലനിൽക്കുന്നുണ്ട്. അതായത് ഉദാഹരണമായിട്ട് ഓരോ നമ്മുടെ കൾച്ചർ എന്ന് പറയുന്ന സമയത്ത് ഓരോ നമ്മുടെ ആചാരങ്ങളാണെങ്കിൽ ആചാരങ്ങൾക്ക് കൃത്യമായിട്ട് എന്തുണ്ട്, ക്രമീകരണങ്ങളുണ്ട്. ഓരോന്നും നമ്മൾ ഓരോ സന്ദർഭങ്ങളിൽ ചെയ്യേണ്ട രീതികൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഓരോ ആഘോഷങ്ങൾ അല്ലെങ്കിൽ ഓരോ ആചാരങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുന്ന സമയത്ത് അതിൽ ചെയ്യേണ്ട കസ്റ്റംസ് എന്താണ് അല്ലെങ്കിൽ അതിന്റെ രീതികൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ചെയ്ത് ഓർഗനൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഓർഡർ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലാണ് പറയുന്നത് കൾച്ചർ എന്ന് പറയുന്നത് ഓർഗനൈസ്ഡ് ആണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന രീതി, നമ്മൾ ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്നത് നമ്മൾ മൊത്തത്തിൽ ഇന്ത്യക്കാരുടെ ജീവിത രീതി എന്നതിന് കൃത്യമായിട്ട് നമ്മളൊന്ന് പ്രഡിക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. ആ ഒരു അർത്ഥത്തിലാണ് നമ്മൾ ഓർഗനൈസ്ഡ് എന്ന് പറയുന്ന ഫാക്ടർ അല്ലെങ്കിൽ പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്ത് പറയുന്നത് ലാംഗ്വേജ് ആണ് കൾച്ചറിന്റെ പ്രധാന ഘടകമായിട്ട് പറയുന്നത്. അതായത് ഭാഷയാണ് നമുക്ക് എന്ത് വേണ്ടത്, ആളുകൾ തമ്മിലുള്ള ആശയവിനിമയം നടത്തുന്നതിനുള്ള പ്രധാന മാധ്യമം എന്ന് പറയുന്നത് എന്താണ്, ഭാഷയാണ്. അപ്പോൾ ഭാഷ എന്ന് പറയുന്നത് കൾച്ചറിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് അല്ലെങ്കിൽ കൾച്ചറിനെ മുന്നോട്ട് നയിക്കുന്ന പ്രധാന ഫാക്ടറായിട്ട് ഇതിന് നമുക്ക് പരിഗണിക്കാം ലാംഗ്വേജിനെ പറയാം. ഇപ്പൊ ഭാഷയിലൂടെയാണ് പലപ്പോഴും നമ്മൾ ആശയങ്ങളും മറ്റും കൈകാര്യം ചെയ്യുന്നത്. അതായത് വ്യക്തികൾ തമ്മിൽ സംസാരിക്കുമ്പോൾ മാത്രമേ ആശയങ്ങളും ചിന്തകളും ഒരു സമൂഹത്തെ കുറിച്ച് മറ്റൊരു സമൂഹത്തിന് മനസ്സിലാക്കുന്നത്. നമ്മൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുക എന്നതിനേക്കാൾ ഉപരി ആളുകൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, കൾച്ചർ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നുണ്ട്. അത് നമ്മൾ സമൂഹത്തിലേക്ക് നേരിട്ട് ഇറങ്ങി ചെല്ലുന്നത് മാത്രമല്ല, എന്താണ് അത്തരത്തിലുള്ള നമ്മൾ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്ന സമയത്തും എന്ത് ചെയ്യുന്നുണ്ട്, കൾച്ചർ അവിടെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് ഭാഷയിലൂടെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കൾച്ചറിനെ കൈമാറ്റം ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഭാഷ എന്ന് പറയുന്നത് കൾച്ചറിന്റെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഇനി നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യുന്നത് ഡൈനാമിക്. അതായത് കൾച്ചർ എന്ന് പറയുന്നത് എന്താണ്, മാറ്റങ്ങൾക്ക് വിധേയമാണ്. കൾച്ചർ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു ഘടകമല്ല, പകരം എന്താണ്, ഫ്ലെക്സിബിൾ ആണ്. ഉദാഹരണത്തിന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ തന്നെ എടുത്തു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ആദ്യകാലങ്ങളിലായും പരമ്പരാഗതമായി നമ്മളുടെ പൂർവികർ കഴിച്ചു വരുന്ന ഭക്ഷണ രീതിയല്ല നമ്മൾ ഇന്നത്തെ ഒരു ജനറേഷൻ കഴിക്കുന്നതിൽ പലതിലും വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് നമുക്ക് ജങ്ക് ഫുഡും ഫാസ്റ്റ് ഫുഡും എല്ലാം നമുക്ക് ലഭ്യമാകുന്നത് നമ്മുടെ കൾച്ചർ മാറിയതിനനുസരിച്ചാണ്. അത് കൾച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, കൈമാറ്റം ചെയ്യപ്പെടുന്നതിലൂടെയും കാലഘട്ടത്തിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നതും കൊണ്ടാണ് എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതിയാണെങ്കിലും ധരിക്കുന്ന വസ്ത്രമാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റ് ഘടകങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ടെക്നോളജിക്കൽ ആയിട്ടുള്ള അപ്ഡേഷൻസുകളും വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ എന്താണ്, ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുകയാണ്. ഒന്ന് മറ്റൊന്നിലേക്ക് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നത് വഴി ഉണ്ടാകുന്ന ഘടകമാണ്. അത് ആ ഒരു അർത്ഥത്തിൽ അതാണ് പറയുന്നത് എന്താണ്, കൾച്ചർ എന്ന് പറയുന്നത് ഡൈനാമിക് ആണ് എന്ന് പറയുന്നത്. അടുത്ത പറഞ്ഞത് കൾച്ചർ ഈസ് ഐഡിയേഷണൽ എന്നോട് അർത്ഥമാക്കുന്നത് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കൾച്ചറിനെ ആശയപരമായിട്ടോ അല്ലെങ്കിൽ എന്താണ് അവരുടേതായിട്ടുള്ള കൾച്ചറിനെ എന്താണ് തനതായ രീതിയിൽ ആവിഷ്കരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു രീതിയിലാണ് ഐഡിയൽ എന്നോട് അർത്ഥമാക്കുന്നത്. ഓരോ സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തെ അല്ലെങ്കിൽ തനതായിട്ടുള്ള സ്വഭാവത്തെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, മനസ്സിലാക്കുകയും അതിന്റെ എന്താണ് തനതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ആയിട്ട് ആളുകൾ കീപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കൾച്ചറൽ ട്രൈറ്റ് ആണ്. അപ്പൊ കൾച്ചറൽ ട്രൈറ്റ് എന്ന് പറയുന്നത് ഒരു കൾച്ചറിന്റെ അകത്ത് തന്നെ എന്തുണ്ട്, നിരവധി ഉപഘടകങ്ങൾ അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അതായത് ഒരു കൾച്ചർ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ സമൂഹത്തിന്റെ കൾച്ചർ എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാ ഘടകങ്ങളും ഉൾപ്പെടുന്നുണ്ടാവും. അതായത് കൾച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു പൊതുവായിട്ടുള്ള ജീവിത രീതി, ഭാഷ, വിശ്വാസം, ആചാരം എല്ലാം ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ കൾച്ചർ എന്ന് പറയുന്നത് ഒരു
എന്താണ് വളരെ വിപുലമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അതിനകത്ത് ഒരുപാട് ഉപഘടകങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് ട്രൈബ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൾച്ചർ എന്ന് പറയുന്നത് കൾച്ചറിന് എന്തുണ്ട്, ഒരുപാട് ഉപഘടകങ്ങൾ ഉണ്ട്. അതൊരു വിപുലമായിട്ടുള്ള ഒരു ആശയമാണ്. അല്ലെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള കൾച്ചർ, സംസ്കാരം എന്ന് പറയുന്നത് ഒരൊറ്റ ആശയമല്ല കൺവേ ചെയ്യുന്നത്. അതിൽ ഒരുപാട് ഉപഘടകങ്ങൾ അല്ലെങ്കിൽ ഉപവിഭാഗങ്ങൾ ഇതിലുണ്ട്, കൾച്ചറിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത്രയുമാണ് പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ സ്വഭാവ സവിശേഷതകളായിട്ട് സംസ്കാരത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് എലമെന്റ്സ് ഓഫ് കൾച്ചർ ആണ്. അതായത് കൾച്ചറിന്റെ പ്രധാനപ്പെട്ട എലമെന്റ്സ് ഏതൊക്കെയാണ്? അതിൽ ഒന്നാമതാണ് സിമ്പിൾസ്. അതായത് സിമ്പിൾസ് മുഖേന എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് കൾച്ചറിനെ കാണിക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ കൾച്ചറിനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മൾ ഉദാഹരണം മതത്തിൻ്റെതായിട്ടുള്ള നമ്മൾ ഓരോ ചിഹ്നങ്ങളുണ്ട് അല്ലെ. അപ്പൊ ആ ചിഹ്നം വഴി നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, കൃത്യമായിട്ട് ഇത് ഏത് മതമാണെന്നുള്ളത് നമുക്ക് കൺവേ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അത്തരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ സിമ്പിൾസ് ഈ മതത്തിന്റെ മാത്രമല്ല, നമ്മളിപ്പോ നമസ്തേ എന്ന് പറഞ്ഞ് കാണിക്കുന്നത് എന്താണ്, നമ്മൾ ഒരാളെ വെൽക്കം ചെയ്യുന്ന രീതിയാണെന്നുള്ളത്. നമ്മൾ കൈകൂപ്പിക്കൊണ്ട് ഇങ്ങനെ കൈ ചേർത്തുകൊണ്ട് നമ്മൾ ഒരാളെ വെൽക്കം ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ നമസ്തേ എന്ന് പറയുന്നത് അർത്ഥത്തിലാണ് നമ്മൾ ഹായ് എന്ന് പറഞ്ഞ് കൈ കാണിക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്, ഒരു സിമ്പിൾസ്, ഒരു മെസ്സേജ് നമുക്ക് കൺവേ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊരു സംസ്കാരത്തെ അത് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് അർത്ഥം. അതായത് നമ്മൾ സമൂഹത്തിൽ തന്നെ നിലനിൽക്കുന്ന പല സിമ്പിൾസ് എന്ത് ചെയ്യുന്നുണ്ട്, പല സംസ്കാരത്തെ അല്ലെങ്കിൽ ഒരു ജീവിത രീതി, ഒരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഏത് കമ്മ്യൂണിറ്റി ആണോ അല്ലെങ്കിൽ സമൂഹമാണോ അതിനെ എന്ത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് സിമ്പിൾസ് എന്നുകൊണ്ട് അർത്ഥം വരുന്നത്. ചിഹ്നങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഒരു സംസ്കാരത്തെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലാംഗ്വേജ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ലാംഗ്വേജ് ആണ് ഒരു വ്യക്തികളുടെ അല്ലെങ്കിൽ സമൂഹത്തിൽ നമുക്ക് സംസ്കാരത്തെ കൈമാറ്റം ചെയ്യപ്പെടുന്നതിനുള്ള അല്ലെങ്കിൽ ആശയങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നതിനുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് ഭാഷയാണ്. ഈ ഭാഷ മുഖേന എന്ത് ചെയ്യുന്നുണ്ട്, കൾച്ചർ അല്ലെങ്കിൽ നമ്മുടെ സംസാര രീതി അല്ലെങ്കിൽ നമ്മളുടെ പ്രധാനമായിട്ടുള്ള ഭാഷാ ശൈലികളുണ്ട്. അപ്പൊ അതെല്ലാം ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത് ഏത് രീതിയിലൂടെയാണ്, ലാംഗ്വേജിലൂടെയാണ്. അല്ലെങ്കിൽ പ്രധാനമായിട്ടും നമ്മളൊരു സംസ്കാരത്തിന്റെ അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തന്നെ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അക്യൂർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഓരോ ഭാഷയും എന്താണ്, ഓരോ സംസ്കാരത്തെ അല്ലെങ്കിൽ ഒരു പൈതൃകത്തെയാണ് കാണിക്കുന്നത്. അപ്പൊ ഇതെന്താണ്, ഭാഷ എന്ന് പറയുന്നത് ഒരു സംസ്കാരത്തെ ഡിനോട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് എന്താണ് സംസ്കാരത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഉദാഹരണത്തിന് നമ്മൾ പഠിക്കുന്ന പുതിയ പുതിയ ലാംഗ്വേജസ് ഒക്കെ എന്താണ്, ഓരോ സമൂഹത്തിന്റെ ഐഡന്റിറ്റിയാണ്. അപ്പൊ അത്തരത്തിൽ സമൂഹത്തിന്റെ ഐഡന്റിറ്റി ആയിട്ട് മാറാൻ എന്തിനു സാധിക്കുന്നുണ്ട്, ഭാഷകൾക്ക് സാധിക്കുന്നുണ്ട്. അപ്പൊ ഈ ഭാഷ എന്ന് പറയുന്നത് എന്തിന്റെ ഭാഗമാണ്, സംസ്കാരത്തിന്റെ ഭാഗമാണ്. അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നോംസ്. നോംസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു സമൂഹം നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഘടകങ്ങളെയാണ് നമ്മൾ നോംസ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ നോംസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബിഹേവിയറിനെ നിയന്ത്രിക്കുന്നുണ്ട്. അതായത് സൊസൈറ്റിയിൽ വരുന്ന എക്സ്പെക്ടേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നുണ്ട്. അപ്പൊ കൾച്ചറിൽ വരുന്ന അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ അകത്ത് വരുന്ന ചിലപ്പോൾ കൾച്ചർ എന്ന് പറയുന്ന സമൂഹമോ അല്ലെങ്കിൽ കൾച്ചർ എന്ന് പറയുന്ന ഘടകം ചെയ്യുന്നുണ്ട്, നോംസിനെ പിന്താങ്ങുന്നുണ്ട്. അതായത് ഓരോ കൾച്ചറിലും ശരി തെറ്റുകൾ അല്ലെങ്കിൽ ഓരോ സംസ്കാരത്തിലും എന്തുണ്ട്, ശരി തെറ്റുകൾ എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. അപ്പൊ അവ എന്ത് അതിനനുസരിച്ച് എന്തുകൊണ്ട് മനുഷ്യ സമൂഹത്തെ നിയന്ത്രിക്കുന്നുണ്ട് അല്ലെങ്കിൽ മനുഷ്യന്റെ പെരുമാറ്റത്തെ ബിഹേവിയറിനെ കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ട് അവന്റെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നുണ്ട്. അതാണ് നോംസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാല്യൂസ്. വാല്യൂസ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു വ്യക്തി വെച്ച് പുലർത്തുന്ന അല്ലെങ്കിൽ വ്യക്തിയുടേതായിട്ടുള്ള ധാർമ്മികപരമായിട്ടുള്ള ഘടകങ്ങളിലേക്ക് നമുക്ക് മൂല്യം എന്ന് പറയാം. ഈ മൂല്യം എന്ന് പറയുന്നത് എന്താണ്, സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത്. ഉദാഹരണത്തിന് അല്ലെങ്കിൽ ഒരു കൾച്ചറിന്റെ ഉപഘടകങ്ങളായിട്ടുള്ള നമ്മളിപ്പോൾ റിലീജിയനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ റിലീജിയൻ കൃത്യമായിട്ട് അനുശാസിക്കുന്ന ചില മാനദണ്ഡങ്ങളുണ്ട് അല്ലെങ്കിൽ വെച്ച് പുലർത്തുന്ന ചില കടമകളും ധാർമ്മികതകളുണ്ട്. അപ്പൊ അതെന്ത് ചെയ്യുന്നുണ്ട്, വ്യക്തിയുടെ സ്വഭാവത്തെയും ഒരു പെർട്ടിക്കുലർ റിലീജിയന്റെയോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയുടെയോ ഐഡന്റിറ്റിയെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ ഇത് പ്രത്യേകമായിട്ട് എന്താണ്, ഉദാഹരണമായിട്ട് അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് എന്താ പറയുന്നത്, ഒരു വ്യക്തിയുടെ ചിന്തയെയും പെരുമാറ്റ രീതിയെയും എന്താണ് നിയന്ത്രിക്കാൻ ഇതിന് സാധിക്കുന്നുണ്ട്, വാല്യൂസിന് സാധിക്കുന്നു. അപ്പൊ നമ്മൾ ആ വാല്യൂസ് വെച്ച് പുലർത്തുന്നു അല്ലെങ്കിൽ എന്താണ് ഓരോ കമ്മ്യൂണിറ്റിയിൽ ജനിക്കുന്ന അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഓരോ വിഭാഗത്തിൽ ജനിക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് ജനിക്കുന്ന ആളുകൾക്കിടയിൽ എന്തുണ്ട്, വാല്യൂസ് കീപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് അവർ നിലനിൽക്കുന്ന സമൂഹം ഏതാണോ ആ സമൂഹം അനുശാസിക്കുന്ന നിയമങ്ങളും മാനദണ്ഡങ്ങളും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ആ വ്യക്തിയിലും നിലനിൽക്കും. അതല്ല ഇത്തരത്തിൽ സമൂഹം കൽപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ വ്യക്തി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും ചിന്തകളും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിശ്വാസ പ്രമാണങ്ങളും മറ്റും എല്ലാം എന്താണ്, ആ വ്യക്തിയുടെ മൂല്യങ്ങളും. അപ്പൊ അത്തരത്തിലുള്ള മൂല്യങ്ങളെല്ലാം തന്നെ
എന്ത് ചെയ്യുന്നുണ്ട്? സ്വാഭാവികമായിട്ട് ഒരു സംസ്കാരത്തെ ഡിനോട്ട് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്താണ്? ആർട്ടിഫാക്ട്സ്. ആർട്ടിഫാക്ട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു എലമെന്റ് ആയിട്ട് എന്ത് നമുക്ക് കാണാം? ആർട്സ്, അതായത് ആർട്ടിഫാക്ട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൗതികപരമായിട്ടുള്ള വസ്തുതകളെയാണ്. അതായത് നമ്മൾ വാസ്തുശില്പം എന്നൊക്കെ പറയണം, അല്ലെങ്കിൽ വാസ്തുകല എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ വാസ്തുവിദ്യ എന്നൊക്കെ പറയാം. അപ്പൊ നമ്മളുടെ ആർക്കിടെക്ചറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം എന്താണ്? ഇപ്പോൾ നമ്മളുടെ പള്ളികൾ അല്ലെങ്കിൽ അമ്പലങ്ങളുടെ കൺസ്ട്രക്ഷൻ, ഇതൊക്കെ എന്താണ്? ഒരു സംസ്കാരത്തെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതായത് പ്രത്യേകമായിട്ടുള്ള ഒരു ആർക്കിടെക്ചർ രീതി കാണുന്ന സമയത്ത് കെട്ടിടങ്ങളുടെ നിർമ്മാണ ശൈലിയെല്ലാം കാണുമ്പോൾ നമ്മൾ ഏത് സംസ്കാരത്തെയാണ് കാണിക്കുന്നത്, ഏത് നാഗരികത അല്ലെങ്കിൽ ഏത് സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്നുള്ളതെല്ലാം നമുക്ക് കാണിച്ചു തരും. ഉദാഹരണത്തിന് നമ്മൾ ക്ഷേത്രങ്ങൾ എടുക്കുന്ന സമയത്ത് അത് ഏത് കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഏത് രാജാക്കന്മാരുടെ കാലഘട്ടങ്ങളിൽ പണിതതാണ് എന്നുള്ളത് നമുക്ക് കാണിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഭൗതികപരമായിട്ടുള്ള വസ്തുക്കളിൽ എന്ത് ചെയ്യുന്നുണ്ട്? കൾച്ചറിനെ കാണിക്കുന്നുണ്ട്. ഒരു പ്രത്യേകമായിട്ടുള്ള കൾച്ചറിനെ നമുക്ക് മുന്നോട്ട് കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് നമ്മളുടെ പള്ളികളുടെ നിർമ്മാണമാണെങ്കിൽ പോലും, അല്ലെങ്കിൽ നമ്മൾ ചില കെട്ടിടങ്ങൾ നിർമ്മാണങ്ങൾ പറയുന്നത് ചില കെട്ടിടങ്ങൾ എന്താണ്? ഒരു ബ്രിട്ടീഷ് കാലഘട്ടത്തിന്റെ ഓർമ്മിപ്പിക്കുന്നതാണ്. അപ്പൊ അത്തരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ കൺസ്ട്രക്ഷൻസിലും അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളിലാണെങ്കിൽ എന്തുണ്ടാവും? ഒരു സംസ്കാരത്തെ സ്വാധീനിച്ചായിരിക്കും ഓരോന്നും നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ആർട്ടിഫാക്ട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് നേരിട്ട് നമ്മുടെ മെറ്റീരിയൽ ആയിട്ടുള്ള ഘടകങ്ങൾ എന്തിനെ കാണിക്കുന്നുണ്ട്? നമ്മുടെ കൾച്ചറിനെ നമുക്ക് കാണിച്ചു തരുന്നു അല്ലെങ്കിൽ ഡിനോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് പ്രധാനമായിട്ട് കൾച്ചറുടെ എലമെന്റ്സ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ കുറച്ച് കോൺസെപ്റ്റുകളാണ്, കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ കുറച്ച് ആശയങ്ങളാണ്. അതിൽ ഒന്നാമതാണ് സബ് കൾച്ചർ. സബ് കൾച്ചർ എന്ന് പറയുന്നതാണ് സ്വാഭാവികമായിട്ടും ഒരു മൊത്തത്തിലുള്ള ഒരു കൾച്ചറിന്റെ, ഒരു സംസ്കാരത്തിന്റെ ഉപഘടകങ്ങളെ നമുക്ക് എന്ത് വിളിക്കാം? അല്ലെങ്കിൽ ഉപവിഭാഗങ്ങളെയാണ് നമ്മൾ സബ് കൾച്ചർ എന്ന് പറയുന്നത്, ഉപസംസ്കാരം എന്ന് പറയും. അതായത് ഇപ്പൊ ഇന്ത്യൻ സംസ്കാരം എന്ന് പറയാറുണ്ട് അല്ലെ. അപ്പൊ ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുന്നത് എന്താണ്? ആഗോളതലത്തിൽ ഇന്ത്യൻ സംസ്കാരം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു ഘടകമുണ്ട്, അല്ലെങ്കിൽ ഒരു വിശ്വാസമുണ്ട്. അത് ഇന്ത്യൻ കൾച്ചർ എങ്ങനെയാണ്, ഇന്ത്യൻ പീപ്പിളുടെ സ്കിൻ ടോൺ എന്താണ്, അല്ലെങ്കിൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ, ഭക്ഷണ രീതി, ജീവിത രീതി, ഇതിനെ കുറിച്ചെല്ലാം എന്താണ് ആഗോളതലത്തിൽ എന്തുണ്ട്? ഒരു കോൺസെപ്റ്റ് ഉണ്ട്. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ്? ഡിഫറെന്റ് ഭാഷയും ജീവിത രീതിയും ഭക്ഷണ രീതിയും നമ്മൾ കഴിക്കുന്ന ആഹാര വസ്തുക്കൾ വ്യത്യസ്തമാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ധാരാളം ഡിഫറെന്റ് കൾച്ചേഴ്സ് എന്തുണ്ട്? ഇന്ത്യയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഘടകത്തെയാണ് ഇന്ത്യക്ക് അകത്ത് നിൽക്കുന്ന, ഇന്ത്യൻ സംസ്കാരത്തിന്റെ അകത്ത് നിൽക്കുന്ന ഉപസംസ്കാരങ്ങൾ, അതായത് നമ്മുടെ പല സ്റ്റേറ്റുകളും വെച്ച് പുലർത്തുന്ന ഭാഷയും ജീവിത രീതിയും ആചാരങ്ങളും വിശ്വാസങ്ങളും എല്ലാം വ്യത്യസ്തമാണ്. അപ്പൊ ഈ ഒരു അർത്ഥത്തിലാണ് മനസ്സിലാക്കേണ്ടത്. മൊത്തത്തിലുള്ള ആകെത്തുകയായിട്ടുള്ള സംസ്കാരത്തിന്റെ ഉപസംസ്കാരം, അതായത് ആകെത്തുകയായിട്ടുള്ള ഒരു സംസ്കാരത്തിന്റെ അകത്തുൾപ്പെടുന്ന ചെറിയ സംസ്കാരങ്ങളെയെല്ലാം നമുക്ക് എന്ത് വിളിക്കാം? സബ് കൾച്ചർ അഥവാ ഉപസംസ്കാരം എന്ന് വിളിക്കാവുന്നതാണ്. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു ഘടകമാണ് കൾച്ചറൽ ചേഞ്ച്. കൾച്ചറൽ ചേഞ്ച് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് നമ്മുടെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെയാണ് സാംസ്കാരികപരമായിട്ടുള്ള മാറ്റങ്ങൾ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് സംസ്കാരം എന്ന് പറയുന്നത് മാറ്റങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. അത് പുതിയ അപ്ഡേഷൻസിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ കാലഘട്ടത്തിനനുസരിച്ചും അല്ലെങ്കിൽ പുതിയ ഇന്നോവേഷൻസ് നടക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നു. അതായത് അപ്പൊ ഈ കൾച്ചറൽ ചേഞ്ച് എന്നുള്ള കോൺസെപ്റ്റ് എന്താ പറയുന്നത്? ഒരു സംസ്കാരത്തിനകത്ത് ഉണ്ടാകുന്ന കൂടിച്ചേരലുകളോ കുറയ്ക്കലുകളോ അല്ലെങ്കിൽ അതിനെ മോഡിഫൈ ചെയ്യുന്നതോ ആയിട്ടുള്ള എല്ലാ ഘടകങ്ങളെയും നമുക്ക് എന്ത് വിളിക്കാം? കൾച്ചറൽ ചേഞ്ച് എന്ന് പറയും. അതായത് ഇപ്പൊ നിലനിൽക്കുന്ന ഒരു സംസ്കാരം അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്കാരത്തിന്റെ ഏതെങ്കിലും ഘടകത്തിന് മാറ്റം സംഭവിക്കുക, അതായത് മാറ്റം സംഭവിക്കുന്നതിനെയാണ് കൾച്ചറൽ ചേഞ്ച് എന്ന് ഉദ്ദേശിക്കുക. ആ മാറ്റം എന്ന് പറയുന്നത് ഒരു സംസ്കാരത്തിന്റെ ഇല്ലായ്മയോ അല്ലെങ്കിൽ അത് നശിക്കുകയോ പുതിയ സംസ്കാരങ്ങൾ കൂടിച്ചേരുകയോ, അതായത് പുതിയ ഘടകങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടുന്നതോ അല്ലെങ്കിൽ നിലനിൽക്കുന്നതിൽ ഉണ്ടാവുന്ന മോഡിഫിക്കേഷൻസിനെയോ എല്ലാം നമുക്ക് എന്ത് വിളിക്കാം? കൾച്ചറൽ ചേഞ്ച് എന്ന് പറയാം. അതായത് നിലനിൽക്കുന്ന സംസ്കാരത്തിൽ ഉണ്ടാവുന്ന ഏതൊരു മാറ്റത്തെയും നമുക്ക് എന്ത് വിളിക്കാം? കൾച്ചറൽ ചേഞ്ച് എന്ന് വിളിക്കാവുന്നതാണ്. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൾട്ടി കൾച്ചറലിസം. മൾട്ടി കൾച്ചറലിസം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു സംസ്കാരത്തിന്റെ അകത്ത് തന്നെ നിലനിൽക്കുന്ന അനവധി സംസ്കാരങ്ങളെയാണ് എന്ത് വിളിക്കുന്നത്? മൾട്ടി കൾച്ചറലിസം എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ കേരള സമൂഹം അല്ലെങ്കിൽ മലയാളീസ് എന്ന് പറയുന്നത് മലയാളികൾക്കിടയിൽ നിൽക്കുന്ന മൾട്ടി കൾച്ചറലിസം എന്താണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം 14 ജില്ലയിൽ
ശൈലികളാണ്. ഭാഷ എന്താണ്? 14 ജില്ലയ്ക്കും നമ്മൾ സംസാരിക്കുന്നത് മലയാളമാണെങ്കിലും മലയാളത്തിൽ സംസാരിക്കുന്ന രീതി, അതിന്റെ ഭാഷാ ശൈലി എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. അതുപോലെ നമ്മുടെ ജില്ലകളിൽ 14 ജില്ലയിൽ വെച്ച് വരുന്ന ആഘോഷങ്ങളിൽ വ്യത്യാസമുണ്ട്. ജീവിത രീതി, പെർട്ടിക്കുലർ ജീവിത രീതിയിൽ വ്യത്യാസമുണ്ട്. അതായത് മൊത്തത്തിൽ ആകെ തുകയിൽ ഉണ്ടെങ്കിൽ പോലും നമ്മൾ പെർട്ടിക്കുലർലി നമ്മൾ എത്തുമ്പോൾ പ്രാദേശികപരമായിട്ടുള്ള ഭാഷകൾ വ്യത്യാസമുണ്ട് അല്ലെ. 14 ജില്ലയിലെയും പ്രാദേശികപരമായിട്ടുള്ള ലാംഗ്വേജ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. പ്രാദേശികപരമായിട്ടുള്ള ആഘോഷങ്ങളിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്? മൾട്ടി കൾച്ചറൽ, ഒരു സമൂഹത്തിന്റെ അകത്ത് തന്നെ ഉണ്ടാവുന്ന വിവിധ ഇനം സംസ്കാരങ്ങളെയാണ് മൾട്ടി കൾച്ചറലിസം എന്ന് പറയുന്നത്. ഒരു സമൂഹം തന്നെ പലതരത്തിലുള്ള സംസ്കാരങ്ങളെ വെച്ചു പുലർത്തുന്നു, അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ അകത്ത് വരുന്ന ആളുകൾ തന്നെ പലതരത്തിലുള്ള സംസ്കാരം വെച്ചു പുലർത്തുന്നതിനെയാണ് മൾട്ടി കൾച്ചറലിസം എന്ന് പറയുന്നത്. അതായത് ഒന്നുകൂടെ വ്യക്തമാക്കി കഴിഞ്ഞാൽ ഒരു സമൂഹത്തിന്റെ അകത്തുള്ള ആളുകൾ വ്യത്യസ്ത തരത്തിലുള്ള സംസ്കാരങ്ങളെയും അല്ലെങ്കിൽ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഭാഷയും എല്ലാം കൈകാര്യം ചെയ്യുന്നുവെങ്കിൽ അതിനെന്താണ്? മൾട്ടി കൾച്ചറലിസം എന്ന് വിളിക്കാം. അടുത്ത് പറയുന്നത് കൾച്ചറൽ ഇന്റഗ്രേഷൻ. കൾച്ചറൽ ഇന്റഗ്രേഷൻ, അപ്പൊ ഇന്റഗ്രേഷൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? കൂടിച്ചേരൽ, അതായത് സംയോജനം എന്നാണ്. അതായത് എന്താണ്? ഒരു കൾച്ചർ മറ്റൊരു കൾച്ചറുമായിട്ടുള്ള കൂടിച്ചേരൽ. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, എന്താണ് സംസ്കാരം എന്ന് പറയുന്നത് കൈമാറ്റം ചെയ്യപ്പെടാവുന്ന ഒന്നാണ് അല്ലെ. മാറ്റങ്ങൾ അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കൈമാറ്റം ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സമൂഹത്തിന്റെ സംസ്കാരം, അതായത് ഇപ്പോൾ ഭാഷയോ ഭക്ഷണ രീതികളോ അല്ലെങ്കിൽ വസ്ത്രധാരണ രീതി എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? മറ്റൊരു സമൂഹത്തെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ അത് അതുപോലെ സ്വാധീനിക്കപ്പെട്ടിട്ടുള്ള സമൂഹത്തിൽ നിന്ന് അവിടെ നിന്നോട്ടം, അതായത് പരസ്പരമുള്ള കൈമാറ്റങ്ങളും സമൂഹത്തിലേക്ക് പുതിയവ ആഡ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു രീതി എന്തിലുണ്ടാവുന്നുണ്ട്? സംസ്കാരത്തിൽ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്കാരത്തിന് കൂടിച്ചേരലുകൾ, പുതിയ പുതിയ ഘടകങ്ങളെ ആഡ് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ സംയോജിപ്പിക്കുന്ന രീതി എന്നിവയാണ് കൾച്ചറൽ ഇന്റഗ്രേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് കൾച്ചറൽ റിലേറ്റിവിസം. കൾച്ചറൽ റിലേറ്റിവിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്, അതായത് നമ്മൾ രണ്ട് സംസ്കാരങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപോലെയുള്ള ഘടകങ്ങൾ ഉണ്ടാവുകയും അതിനെ മനസ്സിലാക്കുകയും ചെയ്യുന്ന രീതിയാണ് കൾച്ചറൽ റിലേറ്റിവിസം എന്ന് പറയുന്നത്. അതായത് രണ്ട് സമൂഹത്തിന്റെ അല്ലെങ്കിൽ വ്യത്യസ്ത സമൂഹങ്ങളുടെ ഒരുപോലുള്ള ഘടകങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ വാല്യൂ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ജഡ്ജ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ പരിശോധിക്കുകയോ ചെയ്യുന്ന രീതിയാണ് കൾച്ചറൽ റിലേറ്റിവിസം എന്ന് പറയുന്നത്. ഇവിടെ സംസ്കാരത്തിന് ഒരുപോലെ മനസ്സിലാക്കുക അല്ലെങ്കിൽ വ്യത്യസ്ത സമൂഹങ്ങളിൽ ഒരുപോലെ ഉണ്ടാകുന്ന ഫാക്ടേഴ്സിനെ കണ്ടെത്തുക, അതിനെ മനസ്സിലാക്കുക, അതിനെ പരിശോധിക്കുക, നിർണ്ണയിക്കുക എന്നുള്ളതൊക്കെയാണ് കൾച്ചറൽ റിലേറ്റിവിസത്തിനകത്ത് വരുന്നത്. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ് എത്നോസെൻട്രിസം. എത്നോസെൻട്രിസം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എന്താണ് അർത്ഥമാക്കുന്നത്? എത്നോസെൻട്രിസം എന്ന് പറയുന്നത് എന്താണ്? ഒരു സംസ്കാരം മറ്റൊരു സംസ്കാരത്തെക്കാൾ മികച്ചതാണെന്നുള്ള ധാരണയാണ് എന്ത് വിളിക്കുന്നത്? എത്നോസെൻട്രിസം എന്ന് പറയുന്നത്. അതായത് ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു സംസ്കാരം മറ്റൊരു സംസ്കാരത്തെ താഴ്ത്തുന്ന രീതി അല്ലെങ്കിൽ മറ്റൊരു സംസ്കാരമാണ് തങ്ങളുടെ സംസ്കാരമാണ് ഏറ്റവും മികച്ചത് എന്ന് വിശ്വസിക്കുന്ന വിഭാഗങ്ങളെ അല്ലെങ്കിൽ സാംസ്കാരികപരമായിട്ടുള്ള ചിന്തയാണ് നമ്മൾ വിളിക്കുന്ന എത്നോസെൻട്രിസം എന്ന് പറയുന്നത്. ഈ എത്നോസെൻട്രിസം പലപ്പോഴും എന്തിനു കാരണമാവുന്നുണ്ട്? ചൂഷണങ്ങൾക്കും അല്ലെങ്കിൽ ആക്രമണങ്ങൾക്കും മറ്റുമൊക്കെ കാരണമാണ്. അതായത് വംശപരമായിട്ടാണെങ്കിൽ എടുക്കുകയാണെങ്കിൽ തങ്ങളുടെ വംശമാണ് ഏറ്റവും മികച്ചത് എന്ന് വിശ്വസിക്കുകയും മറ്റുള്ളവയെ തരം താഴ്ത്തി കാണുകയും ചെയ്യുന്ന രീതിയെല്ലാം എന്തിൽ വരാം? എത്നോസെൻട്രിസത്തിൽ വരാം. അല്ലെങ്കിൽ ഭാഷയുടെ കാര്യത്തിൽ വരാം, അല്ലെങ്കിൽ മതത്തിന്റെ കാര്യത്തിൽ വരാം. അതായത് തങ്ങളാണ് ഏറ്റവും മികച്ച മതം അല്ലെങ്കിൽ മതത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള മനുഷ്യ പരിണാമത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഘടകം തങ്ങളാണ് എന്ന് വിശ്വസിക്കുകയും മറ്റുള്ള വിഭാഗങ്ങളെ എല്ലാം മോശമാക്കി അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പിനെ തന്നെ നശിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ ചിന്താഗതിയെല്ലാം നമുക്ക് എന്ത് വിളിക്കാം? എത്നോസെൻട്രിസം എന്ന് വിളിക്കാം. അതായത് സാംസ്കാരികപരമായിട്ട് ഒരു വിഭാഗം മുന്നിട്ട് നിൽക്കുന്നു അല്ലെങ്കിൽ തങ്ങളാണ് മികച്ചതെന്ന് വിശ്വസിച്ചുകൊണ്ട് മറ്റു വിഭാഗങ്ങളെ താഴ്ത്തിക്കെട്ടുന്ന അല്ലെങ്കിൽ താഴ്ത്തുന്ന രീതികളെയാണ് അല്ലെങ്കിൽ അടിച്ചമർത്തുന്ന രീതിയൊക്കെയാണ് നമുക്ക് എന്ത് വിളിക്കാം? എത്നോസെൻട്രിസം എന്ന് പറയാം. ഈ എത്നോസെൻട്രിസം എന്ന് പറയുന്നത് കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പദപ്രയോഗമാണ്. സാംസ്കാരികമായിട്ട് വരുന്ന ഘടകങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഒരു വിഭാഗം മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ള വിശ്വാസം, അതായത് തെറ്റിദ്ധാരണകളാണ് അല്ലെങ്കിൽ അതിനെ തങ്ങളുടേതായിട്ടുള്ള വാല്യൂസിനെയും വിശ്വാസങ്ങളെയും മാത്രം മുഖ്യ പിടിച്ചുകൊണ്ട് മറ്റുള്ളവരെ താഴ്ത്തുന്ന അല്ലെങ്കിൽ ഇകഴ്ത്തുന്ന രീതിയാണ് എത്നോസെൻട്രിസം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത് കൾച്ചറൽ ഇവല്യൂഷൻ. കൾച്ചറൽ ഇവല്യൂഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, കൾച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഓരോ കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ട് പരിണമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കാലഘട്ടത്തിനനുസരിച്ച് എന്തുണ്ട്? കൾച്ചറൽ ചേഞ്ച് സംഭവിക്കുന്നുണ്ട്, മാറ്റം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണ്?
മുതൽ എടുക്കുമ്പോൾ നമ്മുടെ പൂർവിക കാലഘട്ടം മുതൽ എടുക്കുമ്പോൾ സിമ്പിൾ ഫോമിൽ നിന്ന് കോംപ്ലക്സ് ഫോമിലേക്കാണ് ഇത് വരുന്നത്, സംസ്കാരം എത്തിയിട്ടുള്ളത്. അപ്പൊ ഇന്ന് നിൽക്കുന്ന സാംസ്കാരിക ഘടന എന്ന് പറയുന്നത് എന്താണ്? കോംപ്ലക്സ് ആണ് അല്ലെ, കുറച്ചുകൂടി സങ്കീർണമായിട്ടുള്ള ഘടകങ്ങൾ. അപ്പൊ ഒരുപാട് ഘടകങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഇന്നത്തെ സംസ്കാരത്തെ സ്വാധീനിച്ച് നിലനിർത്തുന്നത്. അപ്പൊ ഈ ഘടകത്തിലാണ് പറയുന്നത് എന്താണ്, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഘടകങ്ങൾ ഇതിൽ നിൽക്കുന്നുണ്ട്, സംസ്കാരത്തിൽ നിലനിൽക്കുക. അപ്പൊ കൾച്ചറൽ ഇവല്യൂഷൻ എന്ന് പറയുന്നുണ്ട് നിരന്തരം നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്താണ് മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നതാണ് കൾച്ചർ എന്ന് പറയുന്നത്. അപ്പൊ പരിണാമം, സാംസ്കാരികപരമായിട്ടുള്ള പരിണാമം എന്ത് ചെയ്യുന്നുണ്ട്, സമൂഹത്തിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന രീതിയിലാണ് കൾച്ചറൽ ഇവല്യൂഷൻ മനസ്സിലാക്കുന്നത്. കൾച്ചറൽ ഇവല്യൂഷൻ എന്ന് പറയുന്നതാണ് സമൂഹത്തിന്റെ സംസ്കാരം, അല്ലെങ്കിൽ സംസ്കാരം എന്ന് പറയുന്നത് സിമ്പിൾ ഫോമിൽ നിന്ന് കോംപ്ലക്സ് ഫോമിലേക്ക് നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ സംസ്കാരം എന്ന് പറയുന്നത് എന്താണ്, മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. നിരന്തരം അത് ചെയ്യുന്നുണ്ട്, പരിണാമങ്ങളിലൂടെ കടന്നു വരുന്നുണ്ട്, അല്ലെങ്കിൽ മാറ്റങ്ങൾ, ദൈനംദിനമായിട്ടുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ കൂടിച്ചേരലുകളും മറ്റും നടത്തപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതൊരു പരിണാമ ദിശയിലേക്ക് സംസ്കാരം വളർന്നുകൊണ്ടിരിക്കുന്നു. സംസ്കാരം എന്താണ്, നിരന്തരമായിട്ട് മാറ്റങ്ങളിലൂടെ കടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് കൾച്ചറൽ ഇവല്യൂഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് കൾച്ചർ ആൻഡ് സൊസൈറ്റി. സമൂഹവും സംസ്കാരവും തമ്മിലുള്ള ബന്ധം. സമൂഹവും സംസ്കാരവും തമ്മിലുള്ള ബന്ധം എന്താണ്? പ്രധാനമായിട്ടും എന്താണ് സംസ്കാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സംസ്കാരം എന്ന് പറയുന്നത് ഒരു സൊസൈറ്റിയുടെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ എന്തായിട്ട് മാറുന്നു, ഐഡന്റിറ്റി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതായത് സമൂഹം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ, സമൂഹം നിർമ്മിക്കപ്പെടുന്ന കാലഘട്ടം മുതൽ എന്ത് ചെയ്യുന്നുണ്ട്, സംസ്കാരവും നിലനിന്ന് വരുന്നു. അതായത് ഒരു കൂട്ടം ജനങ്ങൾ അല്ലെങ്കിൽ ഒരു വിഭാഗം ജനങ്ങൾ വെച്ചു പുലർത്തുന്ന എല്ലാ ഘടകങ്ങളെയും, അതായത് ജീവിത രീതിയെയും അവരുടെ തത്വചിന്തകളാണ്, ഐഡിയോളജീസ് ആണെങ്കിലും വിശ്വാസങ്ങളാണെങ്കിലും ആചാരാനുഷ്ഠാനങ്ങളും മറ്റു എല്ലാ രീതികളെയും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് നമ്മൾ സംസ്കാരം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു സമൂഹം നിലനിൽക്കുന്നിടത്തോളം കാലം എന്ത് ചെയ്യുന്നുണ്ട്, സംസ്കാരവും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ സമൂഹവും സംസ്കാരം എന്ന് പറയുന്നത് അനുകൂലങ്ങളാണ്. അപ്പോൾ പരസ്പരം വളരെയധികം ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത്, ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ചു കൊണ്ടാണ് നിലനിൽക്കുന്നത്. അപ്പൊ ഏതൊരു സമൂഹവും എക്സിസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ സ്വാഭാവികമായിട്ടും എന്ത് നിലനിൽക്കുന്നുണ്ട്, സംസ്കാരവും നിലനിൽക്കുന്നു എന്ന് വേണം പറയാം. അപ്പൊ സംസ്കാരം എന്ന് പറയുന്നത് ഒരു സൊസൈറ്റിയുടെ ഐഡന്റിറ്റിയാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു പൊതു സ്വഭാവത്തെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പൊ ഒരു സമൂഹത്തെ നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് സ്വാഭാവികമായും നമ്മുടെ മൈൻഡിലേക്ക് ആദ്യം കടന്നു വരുന്നത് എന്താണ്, ആ സമൂഹത്തിൻ്റെതായിട്ടുള്ള സവിശേഷതകളാണ്, ആ സമൂഹത്തിന്റെ പ്രധാന സവിശേഷതകളാണ്. അപ്പൊ ആ സവിശേഷതകൾ എന്ന് പറയുന്നത് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, അതായത് സംസ്കാരത്തിന്റെ ഘടകങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഉദാഹരണത്തിന് നമ്മൾ ഇന്ത്യൻ സമൂഹം അല്ലെങ്കിൽ ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്നത്, ആ ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്നതിന് ആട്രിബ്യൂട്ട്സ് കൊടുക്കുന്നത് എന്തൊക്കെ ഘടകങ്ങളാണ്, ഇന്ത്യയുടെ ഭൂപ്രദേശമുണ്ട്, അല്ലെങ്കിൽ എന്താണ് ഇന്ത്യയുടെ പൊതുവായിട്ടുള്ള വിശ്വാസ പ്രമാണങ്ങളുണ്ട്, അതായത് ഇന്ത്യയിൽ നിലനിൽക്കുന്ന മതങ്ങൾ അതിനെ കാണിക്കുന്നുണ്ട്, ഇന്ത്യയുടെ പൊതുവായിട്ടുള്ള ഭാഷയെ അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, വസ്ത്രധാരണ രീതിയെ കാണിക്കുന്നുണ്ട്, ഭക്ഷണങ്ങളെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം എന്താണ് ഒരു കോൺസെപ്റ്റ്. അപ്പൊ ഈ ഒരു സമൂഹത്തെ നമ്മൾ ഡിനോട്ട് ചെയ്യുമ്പോൾ ആ സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിനെ നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിൽ സമൂഹത്തിന്റെ ഐഡന്റിറ്റി ആയിട്ട് അല്ലെങ്കിൽ തിരിച്ചറിയൽ എന്ന് പറയുന്ന തിരിച്ചറിയലായിട്ട് നമ്മൾ കാണുന്നത് എന്തിനാണ്, അതിന്റെ സാംസ്കാരികപരമായിട്ടുള്ള ഘടകത്തെയും പൈതൃകത്തെയും. അതുകൊണ്ട് തന്നെ സമൂഹവും സംസ്കാരവും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് എന്താണ്, പരസ്പരം ഒന്നിച്ചു പോകുന്ന ഘടകങ്ങളാണ്, ഒന്ന് മറ്റൊന്നിനെ പരസ്പരം ആശ്രയിച്ച് നിലനിൽക്കുന്ന ഘടകങ്ങളാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്ത ഡിസ്കസ് ചെയ്യുന്നതാണ് കൾച്ചർ ആൻഡ് സിവിലൈസേഷൻ. ഓക്കെ, അപ്പോൾ അതായത് കൾച്ചർ ആൻഡ് സിവിലൈസേഷൻ എന്ന് പറയുന്നത്, കൾച്ചർ എന്ന് പറയുന്നത് സംസ്കാരം, സിവിലൈസേഷൻ എന്ന് പറയുന്നത് നാഗരികത. അപ്പോൾ നാഗരികത എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് നമ്മൾ പൊതുവിൽ നമ്മളെപ്പോഴും കൾച്ചറിനെയും സിവിലൈസേഷനെയും ഒരേ കോൺസെപ്റ്റിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ ഇവിടെ മനസ്സിലാക്കുന്നത് നമ്മൾ സംസ്കാരം എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആളുകളുടെ മൊത്തമായുള്ള ജീവിത രീതിയെ നമുക്ക് സംസ്കാരം എന്ന് വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ സിവിലൈസേഷൻ, നാഗരികത എന്ന് പറയുന്നത് എന്താണ്, അതായത് ഒരു കാലഘട്ടത്തെ നിർണ്ണയിക്കുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ എന്താണോ, പ്രധാനമായിട്ട് അത് എക്യുപ്മെന്റ്സിന്റെയോ അല്ലെങ്കിൽ എന്താണ് പുതിയ ടെക്നിക്കൽ ആയിട്ടുള്ള ഘടകങ്ങളോ എല്ലാം. അതായത് ഒരു സമൂഹത്തിന്റെ പ്രധാനമായിട്ട് ഒരു സമൂഹത്തെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ എന്താണോ, അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് അത് ഏതെങ്കിലും ഉപകരണങ്ങളായിട്ടോ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സിന്റെയോ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ ഏതാണോ അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് നാഗരികത അഥവാ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ ഒരു സമൂഹത്തെ പ്രധാനമായിട്ട് നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ ഉൾപ്പെടുന്ന
ഒരു സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള ജീവിത രീതിയാണ്. ആ ജീവിത രീതിയിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഘടകങ്ങളാണ് നാഗരികത അഥവാ സിവിലൈസേഷൻ എന്നതിൽ ഉൾപ്പെടുന്നത്. ഇതാണ് സിവിലൈസേഷനും കൾച്ചറും തമ്മിലുള്ള വ്യത്യാസം. ഇനിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സിവിലൈസേഷൻ ആൻഡ് കൾച്ചർ. അപ്പോൾ സിവിലൈസേഷനും കൾച്ചറും എന്ന് നമ്മൾ എന്താണ് പ്രത്യേകമായിട്ടുള്ള അതിന്റെ ഡിഫറൻസ് അല്ലെങ്കിൽ ഡിസ്റ്റിങ്ഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, കൾച്ചർ എന്ന് പറയുന്നത് നമ്മൾ ഓൾ അബൌട്ട് സൊസൈറ്റിയാണ്, ഹ്യൂമൻ സൊസൈറ്റിയാണ്. നമ്മുടെ സമൂഹത്തിന്റെ എല്ലാ ഘടകങ്ങളെയും, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൊത്തത്തിലുള്ള ഘടനയെ എന്ത് ഉൾക്കൊള്ളുന്നുണ്ട്, കൾച്ചർ എന്നത് ഉൾക്കൊള്ളുന്നുണ്ട്. അവിടെ നമ്മുടെ ആളുകളുടെ ജീവിത രീതിയും ഭാഷയും വിശ്വാസങ്ങളും എല്ലാം നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരൊറ്റ യൂണിറ്റ് എന്ന രീതിയിലാണ് കൾച്ചറിനെ മനസ്സിലാക്കുന്നത്. പക്ഷെ സിവിലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്, പ്രത്യേകമായിട്ടും അതിന് അർത്ഥമാക്കുന്നത് അഡ്വാൻസ്ഡ് ആയിട്ട്, അതായത് ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഓരോ സമൂഹത്തെയും നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അതിൽ മേൽക്കൈ നിലനിർത്തുന്ന ഘടകം ഏതാണോ അതിനെയാണ് നമ്മൾ സിവിലൈസേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സിവിലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഓരോ കാലഘട്ടത്തിൽ ആ ഒരു കാലഘട്ടത്തിൽ സമൂഹത്തിൽ മേൽക്കൈ ചുമത്തുക അല്ലെങ്കിൽ പ്രധാനമായിട്ട് മുന്നിട്ട് നിൽക്കുന്ന ഘടകമാണ് സിവിലൈസേഷൻ. അപ്പൊ അത് പെർട്ടിക്കുലർ ആയിട്ട് ഒരു കാലഘട്ടത്തെയോ അല്ലെങ്കിൽ ഒരു പീരീഡിനെ മാത്രമാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ അവിടെ സിവിലൈസേഷനിൽ പറയുമ്പോൾ എന്താണ്, സ്വാഭാവികമായിട്ടും ഒരു പെർട്ടിക്കുലർ ആയിട്ട് ഏതെങ്കിലും ഒരു ഘടകം മുന്നിട്ട് നിലനിൽക്കുന്നുണ്ടാവും. അതിന്റെ അർത്ഥത്തിലാണ് സിവിലൈസേഷൻ എന്ന് പറയുന്നത്. സംസ്കാരം എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. അതായത് സംസ്കാരം എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തെ മുഴുവൻ ഡിനോട്ട് ചെയ്യുന്നുണ്ട്, അതിന്റെ എല്ലാ ഘടകങ്ങളെയും മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ സിവിലൈസേഷൻ എന്ന് പറയുമ്പോൾ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഓരോ ഘടകങ്ങളും അവിടെ ചെയ്യുന്നുണ്ടാവും, മുന്നിട്ട് നിൽക്കുന്നുണ്ടാവും. ഉദാഹരണം ഹാരപ്പൻ സംസ്കാരം എന്ന് നമ്മൾ മനസ്സിലാക്കാറുണ്ട്, അല്ലെങ്കിൽ ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയാറുണ്ട്. അപ്പൊ ഹാരപ്പൻ സിവിലൈസേഷൻ അല്ലെങ്കിൽ സംസ്കാരം എന്ന് പറയുമ്പോൾ നമ്മൾ മൊത്തത്തിൽ എന്താ മനസ്സിലാക്കുന്നത്, ആളുകൾ ഹാരപ്പൻ കാലഘട്ടത്തിലെ അല്ലെങ്കിൽ ഹാരപ്പൻ ജനതയുടെ ജീവിത രീതിയും ഭാഷയും നമ്മളെല്ലാം മനസ്സിലാക്കുന്നത്. സിവിലൈസേഷൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സിവിലൈസേഷൻ എന്നുള്ളതോ അല്ലെങ്കിൽ നമ്മൾ ഹാരപ്പൻ സമൂഹത്തെ കുറിച്ച് പഠിക്കുമ്പോൾ പ്രത്യേകമായിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്, നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ കൂടുതൽ പോയിന്റ് ഔട്ട് ചെയ്ത് പഠിക്കുന്നത് എന്താണ്, അവിടുത്തെ കൺസ്ട്രക്ഷൻ ആണ് അല്ലെങ്കിൽ ടൗൺ പ്ലാനിങ് ആണ് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ പ്രോമിനന്റ് ആയിട്ട് നിന്നിട്ടുള്ള വസ്തുക്കളെ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രത്യേകമായിട്ട് ഹൈപ്പ് കൊടുക്കുക അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് പ്രാധാന്യം കൊടുത്ത് പഠിക്കുന്നത്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ മാത്രമാണ് നിലനിൽക്കുന്നത്. അതിനുശേഷം അടുത്തൊരു സംസ്കാരം എമർജ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊരു പ്രത്യേക ഒരു സമൂഹത്തിൽ മാത്രം നിലനിൽക്കുകയും പിന്നീട് അവ ഇല്ലാതാവുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഘടകങ്ങളാണ് ഒരു സമൂഹത്തിന്റെ മേൽ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഒരു സമൂഹത്തിന്റെ മേൽ മേൽക്കൈ കൊണ്ട് നിലനിൽക്കുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന ഘടകങ്ങളാണ് നാഗരികത എന്നതിൽ ഉൾപ്പെടുന്നത്. കൾച്ചർ എന്ന് പറയുന്നത് എന്താണ്, മൊത്തമായിട്ടുള്ള എല്ലാ ഘടകങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് നാഗരികത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് കൾച്ചർ ആണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് കൾച്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ കോൺസെപ്റ്റുകളാണ്. അപ്പോൾ എത്ര തരത്തിലുള്ള സംസ്കാരങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള W.F. ഓക്ബോൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന രണ്ട് വർഗീകരണങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് പ്രധാനമായിട്ട് ഈ ആശയങ്ങൾ അല്ലെങ്കിൽ ഈ വർഗീകരണങ്ങൾ അദ്ദേഹത്തിന്റെ തിയറി ഓഫ് കൾച്ചറൽ ചേഞ്ച് എന്ന് പറയുന്നതിനകത്താണ്, അല്ലെങ്കിൽ തിയറിക്കകത്താണ് അദ്ദേഹം ഈ രണ്ട് തരത്തിലുള്ള നമ്മളിനി പറയാൻ പോകുന്ന രണ്ട് വർഗീകരണങ്ങൾ, സംസ്കാരത്തിന്റെ രണ്ട് വർഗീകരണങ്ങളെ കുറിച്ച് മെൻഷൻ ചെയ്യുന്ന തിയറി ഓഫ് കൾച്ചറൽ ചേഞ്ച് എന്നതിലാണ്. പ്രധാനമായിട്ടും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് രണ്ട് തരത്തിലുള്ള സാംസ്കാരികപരമായിട്ടുള്ള അല്ലെങ്കിൽ സംസ്കാരങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതിലൊന്നാമത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് മെറ്റീരിയൽ കൾച്ചർ, അതായത് ഭൗതിക സംസ്കാരം. ഭൗതികം എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് നേരിട്ട് കാണാനും മനസ്സിലാക്കാനും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഘടകങ്ങൾ, നമ്മുടെ സെൻസ് ഓർഗൻസ് വഴി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഘടകങ്ങളും നമ്മൾ എന്ത് വിളിക്കാം, ഭൗതികം എന്ന് വിളിക്കാം. അപ്പം ഭൗതിക സംസ്കാരം അല്ലെങ്കിൽ മെറ്റീരിയൽ കൾച്ചർ എന്ന് പറയുമ്പോൾ എന്താണ്, സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ, നമുക്ക് ത്രൂ സെൻസ് ഓർഗൻസ് വഴി എക്സ്പീരിയൻസ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ മാറ്റങ്ങൾക്ക് വിധേയമാക്കുന്ന അല്ലെങ്കിൽ അതേസമയം തന്നെ നിലനിൽക്കുന്നതുമായിട്ടുള്ള എല്ലാ വസ്തുതകളെയും നമുക്ക് മെറ്റീരിയൽ കൾച്ചർ എന്ന് പറയാം. അതായത് ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞു കെട്ടിടങ്ങളെല്ലാം എന്താണ്, വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള ഘടകങ്ങളാണ്, നിലനിൽക്കുന്ന ഘടകങ്ങളാണ്. പക്ഷെ അവരെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഓരോ സംസ്കാരത്തെ കാണിച്ചു തരുന്നുണ്ട് അല്ലെ. നമ്മളിപ്പോ പറയാം ബ്രിട്ടീഷ് കാലഘട്ടങ്ങളിൽ നിർമ്മിച്ചിട്ടുള്ള പല കെട്ടിടങ്ങൾക്കും എന്തുണ്ടാവും, ബ്രിട്ടീഷ് കൺസ്ട്രക്ഷൻ സ്റ്റൈലായിരിക്കും നിലനിൽക്കുക. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് അല്ലെങ്കിൽ അതിന്റെ ഓരോ കൺസ്ട്രക്ഷൻ രീതികളും എല്ലാം എന്താണ്, ഒരു സംസ്കാരത്തെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അത്തരത്തിൽ നമ്മൾ നിർമ്മിക്കുന്ന ഓരോ ഭൗതിക വസ്തുക്കളിലും എന്തുണ്ടാവും, ഒരു സംസ്കാരത്തെ മുന്നോട്ട് വെക്കുന്ന
വെളിപ്പെടുത്തുന്ന അല്ലെങ്കിൽ സംസ്കാരത്തെ ചൂണ്ടിക്കാണിക്കുന്ന ഘടകങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഭൗതിക സംസ്കാരം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഈ ഭൗതിക സംസ്കാരത്തിനകത്ത് വരുന്ന ഘടകങ്ങളെല്ലാം എന്താണ്? നമുക്ക് കണ്ടറിയാനും തൊട്ടറിയാനും കഴിയുന്ന ഘടകങ്ങളെല്ലാമാണ് ഭൗതിക സംസ്കാരം എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മളുടെ എന്താണ് വാസ്തുവിദ്യയിലേക്ക് ഉൾപ്പെടുന്ന ഘടകങ്ങൾ, നമ്മുടെ കെട്ടിടങ്ങൾ വരാം, നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രം എല്ലാം നമ്മൾ സംസ്കാരത്തെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഭക്ഷണമായാലും വസ്ത്രമായാലും ഇതെല്ലാം നമുക്ക് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഘടകങ്ങളാണ്. ഇതിനെയാണ് മെറ്റീരിയൽ കൾച്ചേഴ്സ് എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നോൺ മെറ്റീരിയൽ കൾച്ചർ ആണ്. നോൺ മെറ്റീരിയൽ കൾച്ചർ ആണ്. അപ്പൊ ഈ നോൺ മെറ്റീരിയൽ കൾച്ചർ എന്ന് പറയുന്നതാണ് നമ്മുടെ മെറ്റീരിയൽ കൾച്ചറിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. നമുക്ക് വിസിബിൾ ആവാത്ത അല്ലെങ്കിൽ നമുക്ക് തൊട്ടോ അല്ലെങ്കിൽ കണ്ടോ തൊട്ടോ അറിഞ്ഞ് മനസ്സിലാക്കാൻ കഴിയാത്ത ഘടകങ്ങളെയാണ് നോൺ മെറ്റീരിയൽ കൾച്ചറിനകത്ത് വരുന്നത്. അപ്പൊ ഇവെന്താണ്? അബ്സ്ട്രാക്ട് തലത്തിൽ നിലനിൽക്കുന്ന ഘടകങ്ങളെല്ലാം അല്ലെങ്കിൽ ഘടകങ്ങൾ ഉൾപ്പെടുന്ന സംസ്കാരത്തെ അല്ലെങ്കിൽ ഉൾപ്പെടുന്നവയെല്ലാം നമ്മൾ എന്താണ് നോൺ മെറ്റീരിയൽ കൾച്ചർ എന്ന് വിളിക്കാം. ഉദാഹരണം നമ്മുടെ ബിലീഫ്സ് അല്ലെങ്കിൽ കസ്റ്റംസ്, മോറൽസ്, വാല്യൂസ്, മോഡ്സ് എന്നൊക്കെ പറയുന്ന ഘടകങ്ങൾ എന്താണ്? ഇതൊന്നും നമുക്ക് കാണിക്കാനായിട്ട് കഴിയില്ല അല്ലെ. ഇപ്പൊ നമ്മുടെ ഒരാളുടെ ചിന്ത എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് കാണിക്കാനായിട്ട് കഴിയുന്നില്ല. അതിനോടുള്ള വിശ്വാസം എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് കാണിക്കാനായിട്ട്? അതൊരു ആശയമാണ്, അതായത് അബ്സ്ട്രാക്ട് ലെവലിൽ നിൽക്കുന്ന ഘടകമാണ്. ഉദാഹരണം സ്നേഹം എന്ന് പറയുന്നത്, ലവ് എന്ന് പറയുന്നത് എന്താണ്? സ്വാഭാവികമായിട്ട് ഒരു അബ്സ്ട്രാക്ട് ലെവലിൽ ഉള്ള ഒരു തിങ് ആണ്. അതിനെ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് നമുക്ക് അതിന് ഒരു മീഡിയം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ആ രീതിയിലുള്ളതാണ് നമുക്ക് തികച്ചും തൊട്ടോ കണ്ടോ മനസ്സിലാക്കാൻ കഴിയാത്ത വസ്തുക്കളെല്ലാം എന്താണ് നോൺ മെറ്റീരിയൽ കൾച്ചറിന്റെ അകത്ത് വരുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള രണ്ട് വർഗീകരണങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്, മെറ്റീരിയൽ കൾച്ചർ ആൻഡ് നോൺ മെറ്റീരിയൽ കൾച്ചർ. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത മറ്റൊരു കോൺസെപ്റ്റ് ആണ് കൾച്ചറൽ ലാഗ്. കൾച്ചറൽ ലാഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സമൂഹത്തിനകത്ത് അല്ലെങ്കിൽ രണ്ട് കൾച്ചറുകൾ തമ്മിലുള്ള ഭേദത അല്ലെങ്കിൽ അതിന്റെ മാറ്റങ്ങൾ തമ്മിലുള്ള ഡിഫറൻസിനെയാണ് കൾച്ചറൽ ലാഗ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ലാഗ് എന്ന് പറയുന്നത് എന്താണ്? പൊതുവെ പതുക്കെ എന്നുള്ള ഒരു അർത്ഥത്തിലാണ്. അപ്പോൾ ഒരു സംസ്കാരം വളരെ മുന്നോട്ട് നിൽക്കുകയും മറ്റൊരു സംസ്കാരം വളരെ പതുക്കെയുള്ള അല്ലെങ്കിൽ വളരെ പതുക്കെയുള്ള മാറ്റങ്ങൾ മാത്രം നടക്കുകയും ചെയ്യുന്ന സംസ്കാരം തമ്മിലുള്ള വ്യത്യാസം. അതായത് ഒരു സംസ്കാരം അല്ലെങ്കിൽ ഒരു സമൂഹം വളരെ വേഗതയിൽ മുന്നോട്ട് പോവുകയും മറ്റൊരു സമൂഹം അല്ലെങ്കിൽ മറ്റൊരു സംസ്കാരം വളരെ പതുക്കെ മാത്രം മാറ്റങ്ങൾക്ക് വിധേയമാകും, ഒരുപാട് സമയം എടുത്ത് മാറ്റങ്ങൾക്ക് വിധേയമാകുകയും ചെയ്യുമ്പോൾ ഈ രണ്ട് സംസ്കാരം അല്ലെങ്കിൽ ഈ രണ്ട് സമൂഹം തമ്മിലുള്ള ഒരു വേഗതയിലുള്ള അല്ലെങ്കിൽ മാറ്റങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തെയാണ് എന്ത് വിളിക്കുന്നത്? കൾച്ചറൽ ലാഗ് എന്ന് പറയുന്നത്. ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ പൊതുവേലുള്ള നമ്മുടെ അപ്ഡേഷൻസ് വരാറുണ്ട് അല്ലെ, ടെക്നിക്കൽ ആയിട്ടുള്ള അപ്ഡേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ പല സമൂഹങ്ങളും എന്താണ് വളരെ ഒരു ജനറേഷനിലാണെങ്കിൽ പോലും എന്താണ് വളരെ അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ ചെയ്യുന്നുണ്ട്. വളരെ നമുക്ക് ദൈനംദിനം വരുന്ന അപ്ഡേഷൻസിൽ പോലും ആളുകൾ എന്താണ് അവെയർ ആണ്. ഒരു മറ്റൊരു ജനറേഷൻ എന്ന് പറയുന്നത്. മറ്റൊരു ജനറേഷൻ എന്താണ് അതിലേക്ക് മാറ്റങ്ങളെ ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് വരിക എന്ന് പറയുന്നത് കുറച്ച് സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ ഈ രണ്ട് ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് ജനറേഷന്റെ അടിസ്ഥാനത്തിൽ എടുക്കുവാണെങ്കിൽ ഒരു ജനറേഷൻ വളരെ അപ്ഡേറ്റഡ് ആയിട്ട് മുന്നോട്ട് പോകും, മറ്റൊരു ജനറേഷൻ കുറച്ച് കാലതാമസം എടുത്ത് അപ്ഡേഷൻസിലേക്ക് വരികയും ചെയ്യുവാണെങ്കിൽ അതൊക്കെ നമ്മളൊരു ലാഗിങ് ഉണ്ടാവും. അതേ രീതിയിലുള്ള കോൺസെപ്റ്റാണ് മനസ്സിലാക്കേണ്ടത്. എന്താണ്? രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള ഒരു സംസ്കാരം വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും മറ്റൊരു സംസ്കാരം വളരെ പതുക്കെ മാത്രം മാറ്റങ്ങൾ ഉൾക്കൊണ്ട് വരികയും ചെയ്യുമ്പോണ്ടാവുന്ന രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ രണ്ട് സമൂഹം തമ്മിലുള്ള അന്തരത്തെയാണ് കൾച്ചറൽ ലാഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണം യൂറോപ്യൻ സംസ്കാരം എന്ന് പറയുന്നത്. അപ്പൊ യൂറോപ്യൻ രാജ്യങ്ങൾ എന്താണ് കുറച്ചുകൂടെ വേഗതയിലാണ് വികസനത്തിന്റെ പാതയിൽ എന്ന് പറയുമ്പോൾ അവിടെ നടക്കുന്ന വികസന മാറ്റങ്ങൾ എന്ന് പറയുന്നത് ദൈനംദിനം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവിടെയുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത് വളരെയധികം വർദ്ധിച്ചു വരുന്നുണ്ട്. പെട്ടെന്നാണ് അവിടുത്തെ സമൂഹം അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അവിടുത്തെ ടെക്നിക്കൽ ആയിട്ടുള്ളതും അല്ലെങ്കിൽ എന്താണ് മറ്റു തരത്തിലുള്ള മെറ്റീരിയൽ ആയിട്ടുള്ളതാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ ഐഡിയോളജിക്കൽ ആയിട്ടുള്ള ഘടകങ്ങളാണെങ്കിൽ പോലും അവർ നമ്മളിൽ നിന്ന് വളരെ ഫാസ്റ്റ് ആണ്, മുന്നോട്ടാണ് യൂറോപ്യൻ കൺട്രികൾ നിലനിൽക്കുന്നത്. പക്ഷെ നമ്മുടെ രാജ്യവുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് പലപ്പോഴും ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ് മറ്റു യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയിൽ എന്താണ് മാറ്റങ്ങൾ ഇപ്പോഴും നടന്നു വന്നു. അപ്പൊ രണ്ട് സമൂഹവും അല്ലെങ്കിൽ രണ്ട് സംസ്കാരങ്ങളും തമ്മിലുള്ള ആ ഒരു അന്തരം ഉണ്ടല്ലോ. ഒരു യൂറോപ്യൻ രാജ്യവുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഇന്ത്യ എത്രത്തോളം പുറകിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ഡിഫറൻസ് ഉണ്ട്. രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള ഒരു വളരെയധികം വലിയൊരു അന്തരം നിലനിൽക്കുന്നത്.
അപ്പൊ ഈ അന്തരത്തെയാണ് അല്ലെങ്കിൽ ഒരു ഗ്യാപ്പിനെയാണ്, രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള വേഗതയിലുള്ള അല്ലെങ്കിൽ മാറ്റത്തിലുള്ള അന്തരത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കൾച്ചറൽ ലാഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൾച്ചറൽ ലാഗ് എന്ന് പറയുന്ന വാക്ക് മുന്നോട്ട് വെച്ചിരിക്കുന്നത് W.F. Ogburn ആണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് കൾച്ചറൽ ലാഗിന് അദ്ദേഹത്തിന്റെ വർക്കായിട്ടുള്ള സോഷ്യൽ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു കൾച്ചർ ആൻഡ് ഒറിജിനൽ നേച്ചർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വർക്കിലാണ് ഇത് പ്രധാനമായിട്ട് അദ്ദേഹം മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് പറയുന്ന ഈ കൾച്ചറൽ ലാഗ് എന്ന് പറയുന്നത് എന്താണ്? രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള മാറ്റങ്ങളിൽ ഉണ്ടാവുന്ന അന്തരം അല്ലെങ്കിൽ വ്യത്യാസത്തെയാണ് എന്ത് പറയുന്നത്? കൾച്ചറൽ ലാഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൾച്ചറൽ ഡിഫ്യൂഷൻ ആണ്. കൾച്ചറൽ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? അതായത് ഒരു കൾച്ചർ മറ്റൊരു കൾച്ചറിലേക്ക് മാറുന്നതിന്, അതായത് ഒരു സംസ്കാരം മറ്റൊരു സംസ്കാരവുമായിട്ട് കൂടിച്ചേരുമ്പോഴോ അല്ലെങ്കിൽ മറ്റൊന്നുമായിട്ട് സംയോജിക്കുകയും ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു സംസ്കാരം മറ്റൊന്നിലേക്ക് കടന്നു വരുന്നതിനെയാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. കൂടിക്കലരുക അല്ലെങ്കിൽ കൂടിച്ചേരുക. അതായത് ഒരു സമൂഹത്തിൻ്റെതായിട്ടുള്ള മാറ്റമോ വിശ്വാസമോ അല്ലെങ്കിൽ ജീവിത രീതിയോ മറ്റല്ല മറ്റൊരു സമൂഹത്തിലേക്ക് കടന്നു വരുന്നതിനെയാണ് കൾച്ചറൽ ഡിഫ്യൂഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ കൾച്ചറൽ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് രണ്ട് സംസ്കാരങ്ങൾ ഒരുമിച്ച് വരുന്ന രീതി, അല്ലെങ്കിൽ രണ്ട് സംസ്കാരങ്ങളും ഒരുമിച്ച് ഒരു സംസ്കാരം മറ്റൊരു സംസ്കാരത്തിലേക്ക് കടന്നു വരുന്ന രീതിയാണ് കൾച്ചറൽ ഡിഫ്യൂഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് ഈ കൾച്ചറൽ ഡിഫ്യൂഷന് പ്രധാനമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് ഇത് ഗ്ലോബലൈസേഷൻ, അതായത് ആഗോളവൽക്കരണം. ആഗോളവൽക്കരണം എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ആഗോളവൽക്കരണം വരുന്ന സമയത്ത് നമ്മൾ എന്താണ് ട്രേഡ് മാർക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പെർട്ടിക്കുലർ സ്ഥലത്തല്ല അല്ലെ, നമ്മൾ ഏത് രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളും ഉൽപ്പന്നങ്ങളും എന്താണ് മറ്റൊരു രാജ്യത്തിലേക്ക് മറ്റൊരു രാജ്യത്തിന്റെ വിപണിയിൽ എത്താനുള്ള മാർഗമാണ് എന്താണ് ആഗോളവൽക്കരണം കൊണ്ട് ലഭിച്ചത്. അപ്പൊ ഇവിടെ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിച്ചു? ട്രേഡിംഗ് വഴി എന്ത് സംഭവിച്ചു? നമ്മൾക്ക് ലഭിക്കുന്ന എല്ലാം മറ്റൊരു രാജ്യത്തിന്റെ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ബ്രാൻഡഡ് ഐറ്റംസ് മുഴുവൻ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ രാജ്യത്തിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്കൊരു രാജ്യത്തിലേക്ക് സന്ദർശനം നടത്തേണ്ടതിന്റെ മറ്റു ആവശ്യകതയൊന്നുമില്ല. അപ്പോൾ നമുക്ക് എല്ലാം വിസിബിൾ, എല്ലായിടത്തും എല്ലാവർക്കും ലഭ്യമായതോടുകൂടി എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു സംസ്കാരത്തിന്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ ഉൽപ്പന്നങ്ങളെയും വസ്തുക്കളെയും എല്ലാം തന്നെ എല്ലായിടത്തും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? കൾച്ചറെ സ്വാഭാവികമായിട്ട് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്യാനായിട്ട് സഹായിച്ചു അല്ലെ. അതായത് നമുക്ക് മറ്റൊരു രാജ്യത്ത് ലഭിക്കുന്ന വസ്തുക്കളെല്ലാം നമ്മുടെ രാജ്യങ്ങളിൽ ലഭ്യമായത്, നമ്മുടെ വിപണികളിലും ലഭ്യമായതോടുകൂടി അവിടുത്തെ ഭക്ഷണ രീതിയും വസ്ത്രങ്ങളാണെങ്കിലും എല്ലാം തന്നെ എല്ലായിടത്തും എല്ലാ സമൂഹത്തിലും ലഭ്യമാവുന്ന രീതിയിൽ എത്തിത്തുടങ്ങി. അതാണ് ഗ്ലോബലൈസേഷന്റെ ഒരു പ്രത്യേകതയായിട്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഗ്ലോബലൈസേഷൻ എന്നത് നമ്മൾ പരിഗണിക്കുമ്പോൾ എന്താണ്? ഗ്ലോബലൈസേഷൻ നമ്മൾ മറ്റൊരു രാജ്യത്ത് ഉപയോഗിക്കുന്ന ഭക്ഷണമാണെങ്കിലും വസ്ത്രമാണെങ്കിലും മറ്റ് വസ്തുക്കളാണെങ്കിലും എല്ലാം ലഭ്യമായതോടുകൂടി ആളുകൾക്കിടയിൽ മറ്റൊരു സംസ്കാരത്തെ വെൽക്കം ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടെ ആളുകൾക്കിടയിൽ. അപ്പൊ എന്താണ്? നമ്മുടെ സംസ്കാരത്തോടൊപ്പം തന്നെ നമ്മൾ മറ്റൊരു സംസ്കാരത്തെ കൂടെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു കൂടി ചേർന്നുണ്ട് അല്ലെ, ഒരു സമൂഹത്തിലേക്ക് മറ്റൊരു സമൂഹത്തിന്റെ സംസ്കാരം കൂടെ കടന്നു വരുന്ന രീതിയാണ് എന്ത് വിളിക്കുന്നത്? കൾച്ചറൽ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് പ്രധാനമായിട്ട് കൾച്ചറൽ ഡിഫ്യൂഷന് കാരണമാകുന്ന അല്ലെങ്കിൽ കൾച്ചറൽ ഡിഫ്യൂഷനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. ഒന്നാമതെന്ന് പറയുന്നത് ഗതാഗത മാർഗങ്ങൾ, ഗതാഗതവും ആശയവിനിമയത്തിനുള്ള സൗകര്യങ്ങളും. അപ്പൊ ഇത്തരത്തിൽ എന്താണ് നമ്മൾ ഈ ആഗോളവൽക്കരണം അല്ലെങ്കിൽ ഗ്ലോബലൈസേഷൻ വന്നതോടുകൂടി എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ മാർക്കറ്റിലുള്ള വസ്തുക്കളും അല്ലെങ്കിൽ ഗതാഗത മാർഗങ്ങൾ കൂടുതൽ സൗകര്യമായതോടുകൂടി എന്താണ് നമുക്ക് ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു മറ്റൊരു സമൂഹത്തിലേക്ക് പോവാൻ എളുപ്പ മാർഗങ്ങൾ കണ്ടുപിടിച്ചു. അതായത് നമ്മൾ ഏത് രീതിയിലുള്ള ഗതാഗത മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരു സ്ഥലത്തേക്ക് മറ്റൊരു സമൂഹത്തിലേക്ക് കടന്നു ചെല്ലാനും അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള നമ്മൾ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, അതായത് സോഷ്യൽ നെറ്റ്വർക്ക്, സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടാണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ കൾച്ചേഴ്സിനെ ഒരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ മറ്റൊരു സമൂഹം രണ്ട് സമൂഹങ്ങൾ തമ്മിലുള്ള സംസ്കാരങ്ങളെ കൈമാറ്റം ചെയ്യപ്പെടുന്നതിനും അതിനെ ആക്സെപ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ സംസ്കാരങ്ങളുടെ കൂടിച്ചേരലുകൾക്കും സഹായകമാകുന്ന ഒന്നാമത്തെ വസ്തുക്കളാണ് എന്താണ്? ഗതാഗത മാർഗങ്ങളും ആശയവിനിമയങ്ങളുടെയും കണ്ടുപിടുത്തവും സൗകര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇത്തരത്തിലെ സംസ്കാരങ്ങളുടെ കൂടിച്ചേരലുകൾ അല്ലെങ്കിൽ രണ്ട് സംസ്കാരങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിന് കാരണമാവുന്നത്. രണ്ടാമത് പറയുന്നത് നമ്മുടെ ആളുകൾക്കുള്ള ആ ഒരു പെർട്ടിക്കുലർ സമൂഹത്തിനുള്ള പ്രതിരോധ ശേഷി, അതായത് ചില സമൂഹം ചെയ്യുന്നുണ്ട് അവരുടെ ടാബൂസ് ഉണ്ടാകും അല്ലെങ്കിൽ അവരുടെ ആ സമൂഹം വെച്ചു പുലർത്തുന്ന ചില നിയമങ്ങളും നോംസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിനൊന്നും കളയാനുള്ള അല്ലെങ്കിൽ എന്താണ് അല്ലെങ്കിൽ ആ സമൂഹത്തെയും വെച്ചു പുലർത്തുന്ന വിശ്വാസങ്ങളെയും മറ്റോ തള്ളിക്കളയാനും സമൂഹത്തിന് കഴിയും
സംസ്കാരത്തെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് മറ്റൊരു സംസ്കാരത്തെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവും എന്തിനു സഹായിക്കുന്നുണ്ട്? കൾച്ചറൽ ഡിഫ്യൂഷന് കാരണമാവുന്നുണ്ട്. മൂന്നാമത് നമ്മൾ പറയുന്നത് മൈഗ്രേഷൻ. സ്വാഭാവികം എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ ആളുകൾ കുടിയേറ്റം ചെയ്യപ്പെടുന്നത് എന്താണ്? കുടിയേറപ്പെടുന്നത് ഏത് സമൂഹത്തിലേക്കാണോ സ്വാഭാവികം കടന്നു വന്നവരുടെ സംസ്കാരവും അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് ആളുകൾ വരുന്നുണ്ടെങ്കിൽ അവരുടെ ജീവിത രീതിയും സംസ്കാരവും എന്ത് ചെയ്യുന്നു? വന്നു കയറുന്ന സമൂഹത്തെക്കൂടെ സ്വാധീനിക്കും. അപ്പൊ ഈ രണ്ട് തരത്തിലുള്ള സമൂഹത്തിന്റെ സംസ്കാരങ്ങൾ ഇവിടെ കൂടിച്ചേരുന്നു അല്ലെങ്കിൽ ഒരുമിച്ച് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഇപ്പൊ നമുക്ക് കേരളത്തെ സംബന്ധിച്ചിടത്താണെങ്കിൽ നിരവധി അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വന്നു നിൽക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താണ് സ്വാഭാവികമായിട്ട് കേരളത്തിൽ വന്നൊരു മാറ്റം എന്താണ്? ഭാഷ കുറച്ചുകൂടി ഈസി ആയിട്ട് നമ്മൾ ഇപ്പൊ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് സ്വാഭാവികമായിട്ടും ഹിന്ദി എന്ന് പറയുന്നത് ഇപ്പൊ കേരളത്തിൽ ഭൂരിഭാഗം സംസാരിക്കുന്ന ഒരു ലാംഗ്വേജ് ആയിട്ട് മാറി. പക്ഷെ അതേസമയം നമ്മളുടെ സംസ്കാരത്തെ അല്ലെങ്കിൽ മലയാളത്തെ നമ്മൾ എന്താണ് നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ ജീവിത രീതിയും എല്ലാം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ ഭാഷയും അന്യ സംസ്ഥാന തൊഴിലാളികൾ സംസാരിക്കുന്ന ഭാഷ ഏതാണോ, ഉത്തരേന്ത്യൻ ഭാഷ ഏതാണോ അതിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അത് കൈകാര്യം ചെയ്യാനും പഠിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലാണ് ഡിഫ്യൂഷന്റെ ഒരു മറ്റൊരു ഫാക്ടറായിട്ട് മൈഗ്രേഷൻ അല്ലെങ്കിൽ ഡിഫ്യൂഷനെ സഹായിക്കുന്ന ഒരു ഘടകമായിട്ട് നമുക്ക് മൈഗ്രേഷനെ പരിഗണിക്കാവുന്നത്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ആ ഒരു സംസ്കാരത്തിന്റെ ആളുകളുടെ സ്വഭാവവുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് നിലനിൽക്കുന്നു? ഡിഫ്യൂഷന് കാരണമാകുന്നുണ്ട്. അതായത് ഒരു സമൂഹം ഉൾക്കൊള്ളുന്ന ആളുകളുടെ ചിന്താഗതി അല്ലെങ്കിൽ സ്വഭാവ പെരുമാറ്റം എന്നത് എന്തിന് കാരണമാകുന്നുണ്ട്? ഡിഫ്യൂഷന് കാരണമാകുന്നുണ്ട്. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പുതിയ വസ്തുതകളെ സ്വീകരിക്കാനും പഠിക്കാനുമുള്ള ആളുകളുടെ കഴിവ് അല്ലെങ്കിൽ ഒരു ടെൻഡൻസി, ക്യൂരിയോസിറ്റി എന്നൊക്കെ പറയും. അപ്പോൾ പുതിയ സംസ്കാരത്തെയും ജീവിത രീതിയെല്ലാം അഡാപ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ പുതിയതായിട്ട് പഠിക്കണം എന്നുള്ള തരത്തിലുള്ള പുതിയ ടെൻഡൻസീസ്, അത് ഇന്നോവേഷനോടുള്ള ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ താല്പര്യങ്ങളെ എന്തിനു സഹായിക്കുന്നുണ്ട്? ഡിഫ്യൂഷനെ സഹായിക്കുന്നു. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആളുകളുടെ അല്ലെങ്കിൽ എന്താണ് പുതിയ എലമെന്റ്സിനെ കൂട്ടിച്ചേർക്കുവാനുള്ള ആളുകളുടെ കഴിവ്. അതായത് പുതിയ വസ്തുതകൾ പഠിക്കണമെന്നും അത് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് സമൂഹത്തിന്റെ മാറ്റം അല്ലെങ്കിൽ തനതായിട്ടുള്ള ചെറിയ അപ്ഡേഷൻസ് മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാനുള്ള കഴിവും എന്തിനുണ്ട്? വ്യക്തികൾക്കിടയിൽ നിലനിൽക്കുന്നത്. അതായത് സമൂഹത്തിലുള്ള വ്യക്തികൾക്കിടയിൽ നിലനിൽക്കുന്ന അഡാപ്റ്റിംഗ് കപ്പാസിറ്റി, അതായത് മറ്റുള്ള ഒരു സമൂഹത്തെ അഡാപ്റ്റ് ചെയ്യാനും മനസ്സിലാക്കാനും എല്ലാത്തിനുള്ള കഴിവ് അതായത് സമൂഹത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അവർക്ക് ഡിഫ്യൂഷൻ അല്ലെങ്കിൽ മറ്റൊരു സംസ്കാരത്തെ കൂടെ ഉൾക്കൊള്ളാനുള്ള കഴിവും ആ ജനങ്ങൾക്ക് ഉണ്ടാകും. അത് സ്വാഭാവികമായിട്ട് പുതിയൊരു ടെൻഡൻസിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ക്യൂരിയോസിറ്റി എന്ന് പറയുന്ന ഘടകമായിട്ട് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ആളുകൾ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും അതിനെ സ്വാംശീകരിക്കാനും എല്ലാം തയ്യാറാവുന്നത്. അപ്പൊ ഇത്രയുമാണ് പ്രധാനമായിട്ടുള്ള അതിനെ ഡിഫ്യൂഷനിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ. ഇത് നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതിലേക്ക് അതായത് സോഷ്യൽ ഡിഫ്യൂഷനിലേക്ക് കൾച്ചറൽ ഡിഫ്യൂഷനിലേക്ക് കാരണമാവുന്ന അല്ലെങ്കിൽ കൾച്ചറൽ ഡിഫ്യൂഷന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്ന് പറയുന്നത്. ഒന്നാമതെന്ന് പറയുന്നത് സെലക്റ്റീവ് പ്രോസസ്. ഓക്കെ, രണ്ടെന്ന് പറയുന്നത് ടു വേ പ്രോസസ്. അതായത് സെലക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെലക്റ്റീവ് ആയിട്ടുള്ള ഘടകങ്ങൾ സെലക്റ്റീവ് ആയിട്ടുള്ള പ്രക്രിയകൾ നമ്മൾ അതിലുണ്ടായിരിക്കും എന്നുള്ളത്. രണ്ടാമത് ടു വേ പ്രോസസ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ വാങ്ങലും കൊടുക്കലും എന്ത് നടക്കുന്നുണ്ട്? കൾച്ചറൽ ഡിഫ്യൂഷനിൽ നടക്കുന്നുണ്ട്. മൂന്നാമത് കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ് ആണ്. അതായത് സമൂഹം നിലനിൽക്കുന്നിടത്തോളം അല്ലെങ്കിൽ വ്യക്തികൾ സമൂഹവുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നിടത്തോളം കാലം എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫ്യൂഷനും നടക്കുന്നത് സ്വാഭാവികമായിരിക്കും. അതുകൊണ്ടാണ് കണ്ടിന്യൂസ് പ്രോസസ് എന്നുള്ള അർത്ഥമാക്കുന്നത്. അടുത്തത് റാപ്പിഡ് മെറ്റീരിയൽ ഡിഫ്യൂഷൻ. അതായത് ഭൗതികപരമായിട്ടുള്ള പെട്ടെന്നുണ്ടാവുന്ന മാറ്റങ്ങൾ. അതായത് ഉദാഹരണം അതിൽ നമ്മൾ ഫാഷൻ എന്നുള്ളത് നമുക്ക് അതിൽ ഉൾപ്പെടുത്താൻ പറ്റും. അതായത് നമ്മളിപ്പോൾ വസ്ത്രധാരണ രീതിയിൽ വരുന്ന മെറ്റീരിയൽ ആയിട്ട് ഉണ്ടാവുന്ന മാറ്റമാണ്. മെറ്റീരിയൽ ആയിട്ടുള്ള ഡിഫ്യൂഷൻ ചേഞ്ച് ആണ്. അതായത് നമ്മൾ ധരിക്കുന്ന വസ്ത്രം എന്ന് പറയുന്നത് ദിനപ്രതി പുതിയ ട്രെൻഡ്സ് എന്തിൽ വരുന്നുണ്ട്? നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഹെയർ സ്റ്റൈൽ, അത്തരത്തിൽ നമ്മുടെ മേക്കപ്പ്, ഇത്തരത്തിലുള്ള നമ്മുടെ എസ്തെറ്റിക്സ് ആയിട്ടുള്ള ഘടകങ്ങളിലെല്ലാം എന്ത് സംഭവിക്കുന്നുണ്ട്? റാപ്പിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ട്രെൻഡ്സ് എന്നൊക്കെ പറയുന്നത് അല്ലെ, നമ്മൾ പുതിയ ട്രെൻഡുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ആളുകളിലേക്ക് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ പുതിയ ഘടകങ്ങൾ പരീക്ഷിച്ച് നോക്കാൻ ആളുകൾ ഇതെല്ലാം എന്താണ്? മറ്റൊരു കൾച്ചറിന്റെ കടന്നുവരവാണ്. അപ്പൊ അത്തരത്തിലൊരു ഡിഫ്യൂഷൻ നമ്മളായി നിൽക്കുമെങ്കിൽ നമ്മുടെ ജീവിത രീതി എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ മറ്റൊരു സംസ്കാരത്തെ കൂടെ അഡാപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ കൂടെ നിലനിർത്തുന്നതൊക്കെയാണ് ഡിഫ്യൂഷൻ എന്ന അർത്ഥം. ഡിഫ്യൂഷൻ എന്ന കോൺസെപ്റ്റ് കൊണ്ട് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഫാഷൻ എന്ന ഒരു രീതി എടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രത്തിലുണ്ടാകുന്ന ഫാഷൻസ് ഒക്കെ എന്താണ്? നമ്മൾ റാപ്പിഡായിട്ട് നമ്മുടെ
മെറ്റീരിയലായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കാൻ താല്പര്യമുള്ളവരെല്ലാം ഉപയോഗിക്കുകയും ചെയ്യും. അപ്പോൾ എന്താണ് വ്യക്തികളുടെ സ്വഭാവത്തിനനുസരിച്ച് എന്തുകൊണ്ട് ഡിഫ്യൂഷൻ നിലനിൽക്കുന്നത്. അപ്പോൾ റാപ്പിഡ് മെറ്റീരിയലായിട്ടുള്ള ഒരു ചേഞ്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലാണ് ഭൗതികപരമായിട്ടുള്ള മാറ്റങ്ങൾ പെട്ടെന്ന് സംഭവിക്കുന്നുണ്ട്. അത് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ഡിഫ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു. അപ്പോൾ ഗ്ലോബലൈസേഷൻ ആണ് പ്രധാനമായിട്ടും കൾച്ചറൽ ഡിഫ്യൂഷന്റെ കാരണമായിട്ട് നമ്മൾ നോക്കിക്കാണുന്നത്. അതല്ലെങ്കിൽ ഗ്ലോബലൈസേഷൻ മുഖേനയാണ് കൾച്ചറിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെല്ലാം നിലനിൽക്കുന്നത് ഗ്ലോബലൈസേഷനുമായിട്ട് ആശ്രയിച്ചുകൊണ്ടാണ്. അപ്പോൾ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് കൾച്ചറൽ ചേഞ്ചിലേക്ക് അല്ലെങ്കിൽ കൾച്ചറിലേക്ക് പ്രധാനമായിട്ട് സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു ഘടകമാണ്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കൾച്ചർ എന്താണ്, കൾച്ചറിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ് എന്താണ്, അതിന്റെ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണ്, ഇത്രയുമാണ് ക്ലാസിഫിക്കേഷൻ. അതോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് ആശയങ്ങൾ പ്രധാനമായിട്ടുള്ള കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തത്. അടുത്ത വീഡിയോയിൽ നമ്മുടെ അടുത്ത യൂണിറ്റുമായിട്ട് നമുക്ക് കാണാം.